परमर्षिभ्यो नमः परमर्षिभ्यः हरिः ओम्। यस्यान्तर्नादिपथ्यं नहि करचरणं नामगोत्रं न सूत्रं नो जातिर्नैव वर्णा न भवति पुरुषो न पुंसं न च स्त्री नाकारं नो विकारं न हि जनिमरणं नास्ति पुण्यं न पापं तत्त्वं नो तत्त्वमेकं सहजसमरसं सद्गुरुं तं नमामि। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। मौनव्याख्या प्रकटितपरब्रह्मतत्त्वं युवानं वर्षिष्ठान्तेव सदृशिगणैः आवृतं ब्रह्मनिष्ठैः आचार्येन्द्रं करकलितचिन्मुद्रम् आनन्दरूपं स्वात्मा रामं मुदितवदनं दक्षिणामूर्तिमीडे वेदान्तार्थविभासकाय यतये शान्ताय सन्न्यासिने नानावादिनगेन्द्रसङ्घपवये योगीन्द्रवन्द्याय च मोहध्वान्तदिवाकराय भगवत्पादाभिधां बिभ्रते तस्मै भाष्यकृते नमोऽस्तु सततं पूर्णाय बोधात्मने अपारसच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। देहं मृण्मयवज्जडात्मकमहं बुद्धिर्न तस्यास्त्यतो नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः कोऽहं भावयुतः कुतो वरधया दृष्ट्वात्मनिष्ठात्मनां सोऽहं स्फूर्तितया अरुणाचलशितः पूर्णो विभाति स्वयं योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम्। जन्माद्यस्य यतोऽन्वयादितरतश्च अर्थेष्वभिज्ञस्वराट् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः तेजो वारिमृतां यथा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि कस्मै येन विभासितो यमतुलो ज्ञानप्रदीपः पुरा तद्रूपेण च नारदाय मुनये कृष्णाय तद्रूपिणा योगीन्द्राय तदात्मनाथ भगवद्राताय कारुण्यतः तच्छुद्धं विमलं विशोकम् अमृतं सत्यं परं धीमहि धर्मः प्रोज्झितकैतवोऽत्र परमो निर्मत्सराणां सतां वेद्यं वास्तवम् अत्र वस्तु शिवदं तापत्रयोन्मूलनम् श्रीमद्भागवते महामुनिकृते किं वा परैः ईश्वरः सद्यो हृद्यवरुध्यते कृतिभिः शुश्रूषुभिस्तक्षणात् निगमकल्पतरोर्गलितं फलं शुकमुखादमृतद्रवसंयुतं पिबत भागवतं रसम् आलयं मुहुरहो रसिकाः भुवि भावुकाः यं प्रव्रजन्तम् अनुपेतम् अपेतकृत्यं द्वैपायनो विरहकातर आजुहाव
പുത്രേതി തന്മയതയാ തരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷദാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ. സത്യസ്യ സത്യം ഋതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഹം. യഥേച്ഛയാ നാളെ കേരളത്തില് ശ്രീകൃഷ്ണ ജയന്തിയാണ്. ആ ഒരു സന്ദർഭവും ഒത്തുവന്നിരിക്കുന്നു. ശ്രീമദ് ഭാഗവതം തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷഃ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ഇങ്ങനെ ഒരു ശ്ലോകം നമ്മൾ സപ്താഹ സന്ദർഭത്തിലൊക്കെ ചൊല്ലാറുണ്ട്. അധ്യാത്മമാർഗത്തില് സഞ്ചരിക്കുന്നവർക്ക് ആശ്രയിക്കാനായിട്ട് ഇഷ്ടദേവത, ഗുരു, മന്ത്രം, ശാസ്ത്രം ഇതൊക്കെ വളരെ മുഖ്യമാണ്. അങ്ങനെ ഇഷ്ടദേവതയായി ഭഗവാനെ ഏത് രൂപത്തിൽ, കൃഷ്ണനായിട്ടോ ഗുരുവായൂരപ്പനായിട്ടോ എങ്ങനെ വേണമെങ്കിലും, ഇനിയിപ്പോ ശിവഭക്തിയാണ്, ദേവിയാണ്, അവരവരുടെ ഭാവം, ഇഷ്ടദേവത. ജീവിതം മുഴുവനും ആരാധിക്കാനായ ഒരു ദേവത, ജപിക്കാൻ ഒരു മന്ത്രം. ഒരുപാട് ശാസ്ത്രങ്ങളുണ്ടല്ലോ, എല്ലാം പഠിച്ചു തീർക്കാൻ സാധിക്കില്ല. സർവശാസ്ത്രങ്ങളെയും സംക്ഷേപമായി എടുത്തുകൊണ്ട് ഒരു ഗ്രന്ഥം, ബാക്കിയൊക്കെ പഠിക്കാം ഇതിന് വ്യാഖ്യാനമായിട്ട്. ഇപ്പൊ ഭാഗവതം വളരെ വലുതാണ്. ഭഗവത്ഗീത എടുത്താലും മതി. സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു.
സർവവേദത്തിന്റെയും അർത്ഥത്തിന്റെ സാരം സംഗ്രഹിച്ചെടുത്തിട്ടുള്ളതാണ് ഗീത. പക്ഷെ ഇവിടെ നമ്മളിപ്പോ പറഞ്ഞ ശ്ലോകം ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷമായി കൃഷ്ണന്റെ സ്വരൂപമാണ്. ഞാൻ ഈ ഗ്രന്ഥത്തിനെ എനിക്കൊരു ആലംബമായിട്ട്, ആശ്രയമായിട്ട് സ്വീകരിക്കണം. സ്വീകൃതോസി ആരോടപ്പ പറയണത് എന്ന് വെച്ചാൽ ഭഗവാനോട് പറയാണ്, കൃഷ്ണനെ ഞാൻ സ്വീകരിക്കുകയാണ്. കൃഷ്ണനെ എങ്ങനെ സ്വീകരിക്കണു? ആ ഫോട്ടോയിലുള്ള പോലെയല്ല, ഈ ഗ്രന്ഥരൂപത്തിൽ. സ്വീകൃതോസി മയാ നാഥ. എന്തിനാണ്? മുക്തിയർത്ഥം, ഈ സംസാര ബന്ധത്തിൽ നിന്നുള്ള വിമുക്തിക്കായിട്ട് ഞാൻ കൃഷ്ണനെ ഭാഗവത രൂപത്തിൽ സ്വീകരിക്കുകയാണ്. ജീവിതം മുഴുവൻ അധ്യയനം ചെയ്യാനായിട്ട് ഒരു ഗ്രന്ഥമായിട്ട് ഞാനിതാ ഭാഗവതത്തിനെ സ്വീകരിക്കണം. ഇത് ഭാഗവത സപ്താഹത്തിലൊക്കെ നമ്മൾ ചൊല്ലുന്ന ഒരു ശ്ലോകമാണ്. ധ്യാനത്തിന് ആരംഭത്തിൽ തീരുമാനിക്കുക ഈ ഭാഗവതം. ചിലർ പറയുവേ, ഈ ഇടയ്ക്ക് പോലും ഒരു ഭക്തൻ പറഞ്ഞു, സാധകന്മാർ ധാരാളം തിരുവണ്ണാമലയിൽ അരുണാചലത്തിൽ വരും. അപ്പൊ അതിൽ ചിലർക്ക് കോമൺ കംപ്ലൈൻസ് ആണ്. അതിലൊരാൾ വന്ന് പറഞ്ഞു, ഒരു പുസ്തകം ആശ്രയിക്കണമെന്നുണ്ട്, പക്ഷെ കുറച്ച് ഗീത വായിക്കും, പിന്നെ കുറച്ച് ഉപനിഷത്ത് വായിക്കും, പിന്നെ കുറച്ച് ആരെങ്കിലുമൊക്കെ എഴുതിയ പുസ്തകങ്ങളൊക്കെ വായിക്കും. ഇങ്ങനെ ആട് കടിക്കണ പോലെ എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. പലതുമായിട്ട് ഇങ്ങനെ വായിച്ച് വായിച്ച് മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ്. ബഹുഗ്രന്ഥ പരിശീലനം അതൊരു വാസന. അപ്പോ ഒന്നും ആശ്രയിക്കില്ല, ഒന്നിലും മനസ്സ് ഏകാഗ്രപ്പെടില്ല, ഫോക്കസ് ആവില്ല. അപ്പോ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിന് ജീവിതത്തിൽ വ്രതമായിട്ട് സ്വീകരിക്കുകയാണ് ഈ ഗ്രന്ഥം അധ്യയനം ചെയ്യാം. പണ്ടൊക്കെ അങ്ങനത്തെ പരമ്പരകൾ ഉണ്ടായിരുന്നു, ഭാഗവതം മാത്രം. ഇപ്പോഴും ഉണ്ട് അങ്ങനെ. അതേപോലെ ചില വേദാന്ത ഗ്രന്ഥങ്ങൾ, ചില ഉപനിഷത്ത്, ചില പരമ്പരയിൽ ഈ ഉപനിഷത്തൊക്കെ ഉള്ളൂ. ഇത് അധ്യയനം ചെയ്യാം. ആത്മതത്വ നിശ്ചയം ഉണ്ടാവും, സാക്ഷാത്കാരം ഉണ്ടാവും. ഈ ഒരു ഉപനിഷത്ത് മതി. ഒരു സ്ഥലത്ത് രാമൻ ഹനുമാൻ ഉപദേശിക്കുന്നുണ്ട്, മുക്തികോപനിഷത്ത്. അതിൽ രാമൻ പറഞ്ഞു ഹനുമാനോട്, മുക്തി വേണമെങ്കിൽ ഒരു ഉപനിഷത്ത് പഠിക്കാം. മാണ്ഡുക്യമേവ അലം മുമുക്ഷൂണാം വിമുക്തയെ. മാണ്ഡുക്യോപനിഷത്ത് മാത്രം മതി. അത് മാണ്ഡുക്യത്തിന്റെ മഹിമ പറയാണ്. അഥർവവേദ ഉപനിഷത്താണ്. അപ്പൊ അതുപോലെ ഭാഗവതമേവ അലം. ഈ ഭാഗവതം, മറ്റു പുസ്തകങ്ങളൊക്കെ എന്തിനാണ്? ഇപ്പൊ ഗീത പറയുമ്പോഴും നമ്മൾ പറയും, ബാക്കിയുള്ളതൊക്കെ എന്തിനാണ്? യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത്. ഭഗവാന്റെ മുഖപത്മത്തിൽ നിന്ന് വന്നു ഗീത. അതുകൊണ്ട് ഏകം ശാസ്ത്രം ദേവകീപുത്ര ഗീതം, ഭഗവത്ഗീതയെ പറയാം. അതുപോലെ ഭാഗവതത്തിനും ഭാഗവതം ഒന്നു മതി. അത് പറയുന്നതിലൊരു വിശേഷമുണ്ട്. ഭാഗവതത്തില് എല്ലാ ശാസ്ത്രങ്ങളും അടങ്ങിയിരിക്കുന്നു. സർവവേദാന്തസാരം ഹി ശ്രീഭാഗവതം ഇഷ്യത്തെ തദ്രസാമൃതതൃപ്തസ്യ നാന്യത്ര സ്യാത് രതിഃ ക്വചിത്. സർവവേദാന്തസാരം. വേദാന്തം എന്ന് വെച്ചാൽ ഉപനിഷത്ത്. എല്ലാ ഉപനിഷത്തുകളുടെയും സാരം, അതിന്റെ ക്രീം, അതിന്റെ എസൻസ് കടഞ്ഞെടുത്ത് ഭാഗവതത്തിലുണ്ട്. തദ്രസാമൃത തൃപ്തസ്യ. അതിന്റെ രസം കുടിച്ച് സന്തോഷിക്കുന്ന ആൾക്കുണ്ടല്ലോ, ന അന്യത്ര സ്യാദരതിഹി. മറ്റു വിഷയങ്ങളിൽ, മറ്റു സ്ഥലത്തൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ്. ബാക്കിയൊക്കെ മതി എന്നായി. എന്താന്ന് വെച്ചാൽ ഈ ഒരു രസം ഉള്ളിൽ അനുഭവിച്ചു. എങ്ങനെയാ? ഒരു പ്രാവശ്യം അനുഭവിച്ചു, കേട്ട് കഴിഞ്ഞു, ഭാഗവതം പഠിച്ചു, മതി എന്നല്ല. പിബത ഭാഗവതം രസം ആലയം പിബത മുഹുരഹോ പിബത രസികാഃ പിബത ഭുവി പിബത
ഭാവുകാഃ പിബത നിഗമകൽപതരോഃ ഗളിതം ഫലം ശുകമുഖാത് അമൃതദ്രവസംയുതം പിബത ഭാഗവതം രസം. നിഗമകൽപതരോഃ ഗളിതം ഫലം. വേദമാകുന്ന കൽപ്പകവൃക്ഷത്തിൽ നിന്നും പഴുത്ത് പഴമായിട്ടല്ല വീഴുന്നത്, ജ്യൂസായിട്ട് രസമായിട്ട് ഇങ്ങനെ ഒഴുകി വരാത്ര. വേദത്തിന്റെ പഴം എന്താ? ഫൈനൽ പ്രോഡക്റ്റ് എന്താന്ന് വെച്ചാൽ ജീവൻ മുക്തിയാണ്. ആത്മജ്ഞാനവും പോരാതാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. വേദാന്ത വിചാരം ചെയ്യുന്നവരുടെ ആത്മജ്ഞാനവും പോരാ. ആത്മജ്ഞാനത്തോടുകൂടെ വാസനാക്ഷയും മനോനാശമൊക്കെ വന്ന് ജീവൻ മുക്തനായിട്ട് ഒരു ദോഷവും ഇനിയില്ല എന്നുള്ള രീതിയിൽ ശുകബ്രഹ്മ മഹർഷിയാണ് വേദത്തിന്റെ പഴുത്ത പഴം. ശുകബ്രഹ്മ മഹർഷിയാണ് വേദമാകുന്ന ഒരു പഴം നല്ലവണ്ണം പഴുത്തു കഴിയുമ്പോ അത് ആ മരത്തിൽ ചിലപ്പോഴൊക്കെ ഈ ചക്ക കിടക്കുന്നുണ്ടാവും, നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഉള്ളിലുള്ള ആ രസമൊക്കെ നല്ലവണ്ണം പഴുത്ത് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചുവട്ടിലേക്ക് ഇങ്ങനെ ചൊട്ടി അതിൻ്റെ തോല് മാത്രം ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ചക്കയുടെ കണ്ടിട്ടുണ്ടോ? വളരെ അപൂർവമാണ്. വീഴില്ല, വീഴാതെ നിൽക്കും. ഇതാണ് ഉർവാരുകമിവ ബന്ധനാത് എന്ന് പറഞ്ഞത്. അത് വെള്ളരിക്കയാണ്. പക്ഷേ ആ പഴം വീഴില്ല. പക്ഷെ അതിന്റെ രസം മുഴുവൻ അങ്ങോട്ട് വീഴും. വീഴാന്ന് വെച്ചാൽ വിദേഹമുക്തിയാണ്, മരിച്ചുപോയി. ഇവിടെ ഉണ്ട്, പക്ഷെ അതിന്റെ രസം ഇങ്ങനെ എല്ലാവർക്കും അവൈലബിൾ ആണ്. ഒരു മഹാപുരുഷൻ ഒരുപാട് തപസ് ചെയ്തു, ജ്ഞാനവിചാരം ചെയ്തു, ഭഗവതുപാസന ചെയ്തു, ഭക്തി ചെയ്ത് രസാനുഭവം, ആ രസം അനുഭവിച്ച് പൂർണ്ണമായ ശേഷം അവൈലബിൾ ആണ് മറ്റുള്ളവർക്ക്. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവാൻ രമണ മഹർഷിയെ കണ്ട മറ്റൊരു ഋഷിവര്യൻ, അദ്ദേഹം ഒരു പാട്ട് എഴുതി, സ്തുതി പഞ്ചകം. അതിൽ പറഞ്ഞു തീങ്കനി ചുവയാനവൻ. തമിഴിൽ പറഞ്ഞു തീങ്കനി ചുവൈ എന്ന് പറഞ്ഞാൽ അതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നല്ല രസം. ജീവത്തുയിരയും പരത്തുയിരയും ചേർത്തിറുക്കി പിടിത്തൊണ്ടാക്കി ഭാവത്തിൽ നിன்று തனை മറந்து പരം ആകി പഴുത്ത് തനിത്ത് വിട്ടാൻ. ഈ ജീവനും ആ പരത്തുയിർ ബ്രഹ്മം, ഈ ജീവൻ തന്നെ ആ പരബ്രഹ്മസ്വസ്തുവാണെന്ന് ശാസ്ത്രത്തിൽ നിന്ന് കേട്ടു. அது சேர்த்திருக்கி பிடித்தொன்றாக்கி, அதெல்லாம் எப்படி பிடிச்சோ ஒன்னாக்க முடியும்? விசாரம் பண்ணி மனன நிதி தியாசனம் பண்ணி தான் ஒன்றாக்குறது. നല്ലവണ്ണം വിചാരം ചെയ്ത് മനനം ചെയ്ത് ഞാൻ ആത്മാവാണ്, ശുദ്ധ ചൈതന്യമാണെന്നുള്ള അനുഭവത്തിലെ സമാധി. ഭാഗവതത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ സമാധിയാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മള് അമ്പലത്തിൽ പോകുമ്പോൾ തിരി കാണിക്കുന്നുണ്ടല്ലോ, അതല്ല. ഭക്തി സമാധിയാണ്. അപ്പോ യോഗത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിനെയാണ് ഭാഗവതം ഭക്തി എന്ന് പറയുന്നത്. പരാകാഷ്ഠ തതഃ പരാം ശാന്തിമുപൈതി സാക്ഷാത്. അപ്പൊ ഭക്തി സാധനയുടെ ഒക്കെ പരിപക്വ ഫലമാണ്. അപ്പോ ചേർത്തിറുക്കപ്പിടിത്തൊണ്ടാക്കി ഭാവത്തിൽ നിன்று എന്നുവെച്ചാൽ ആ ഭഗവത് അനുഭൂതിയുടെ ഭാവത്തിൽ ഇരുന്ന് അതിന്റെ ഫലം എന്താ? തനൈ മറന്ന്. തൻ്റെ ജീവ അഹങ്കാരം ഉണ്ടല്ലോ, പേഴ്സണാലിറ്റി, അത് മറക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളുടെ പേഴ്സണാലിറ്റിയാണ് നമ്മളുടെ ബന്ധം, നമ്മളുടെ വ്യക്തിത്വം, നമ്മളുടെ അഭിമാനം, നമ്മളുടെ മെമ്മറി, നമ്മളുടെ വാസന. എത്രയോ കാലമായിട്ട് നമ്മളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന സാധനങ്ങൾ എളുപ്പത്തിൽ നമ്മൾ വിടാൻ പറ്റില്ല. അതിന് കുറച്ചു കാലം ആ ധ്യാനനിഷ്ഠ പരിശീലിച്ച് തന്നെ മറന്ന് പരമാകി ആ പൂർണ്ണ വസ്തുവായിട്ട് തീർന്നു. എന്നാലും മരത്തിന്റെ കൊമ്പൊന്നും വീണില്ല. അതിന്റെ രസം ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും പരക്കണുണ്ട്, പക്ഷെ പഴം വീണില്ല. അതാണ് ജീവൻ മുക്തി. പഴം ഇങ്ങനെ തൊങ്ങി നിൽക്കണുണ്ട്, ഇങ്ങനെ സാഗിങ് ആണ്, അതിങ്ങനെ അതില് ആടി നിൽക്കണുണ്ട്. അതിന്റെ തോല് മാത്രമേ ഉള്ളൂ, അതിന് ഉള്ളിലൊന്നുമില്ല. അതിന്റെ രസമൊക്കെ ഇങ്ങനെ വീണ് സർവത്ര അഭിതോ ബ്രഹ്മനിർവാണം വർത്തത്തെ.
സർവത്ര ആ രസം അങ്ങനെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ട് വീണ് കിടക്കാത്രേ ശുഭബ്രഹ്മ മഹർഷിയുടെ അടുത്ത്. ഒരു രമണ മഹർഷി, ശങ്കരാചാര്യർ, ആരൊക്കെ മഹാപുരുഷന്മാർ, ആ അനുഭൂതിയുടെ പൂർണ്ണത്വം വന്നവരൊക്കെ ഇതുപോലെയാണ്. അവര് ലോകത്തില് ശരീരത്തിലുണ്ട്, പക്ഷെ ശരീരത്തിലില്ല. ശരീരത്തിൽ കാണുന്നു, പക്ഷെ ശരീരത്തിലില്ല. ദേഹം ച നശ്വരമവസ്ഥിതമുത്ഥിതം വാ സിദ്ധോ ന പശ്യതി യതോധ്യഗമത് സ്വരൂപം ദൈവാദപേതമുത ദൈവവശാദുപേതം വാസോ യഥാ പരികൃതം മദിരാമദന്ധ. ഭാഗവതം ഒരു വളരെ വളരെ ഗ്രാമീണമായ ഒരു ഉദാഹരണമാണ് കൊടുക്കുന്നത്. എന്താ പറയണെന്ന് വെച്ചാൽ, ഈ ജീവൻ മുക്തന് ശരീരമുണ്ടോ ശരീരം ഇല്ലയോ എന്ന് പോലും അദ്ദേഹം അറിയണില്ല എന്നാണ്. ദേഹം ച നശ്വരം അവസ്ഥിതമുത്ഥിതം വാ സിദ്ധ ന പശ്യതി. സിദ്ധൻ കാണുന്നില്ല. എന്തുകൊണ്ടാ? അധ്യഗമത് സ്വരൂപം, ആത്മസ്വരൂപത്തിനെ നല്ലവണ്ണം അറിഞ്ഞിരിക്കണം. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ സുഷുപ്തിയിൽ ഉറങ്ങുമ്പോ ശരീരം കാണുന്നില്ല, പക്ഷെ എണീറ്റ ശരീരം കാണും. ആത്മജ്ഞാനത്തിന്റെ ബലം കൊണ്ട് തന്റെ സ്വരൂപത്തിൽ ശരീരമില്ല എന്നുള്ള ഒരു ദർശനം, സമാധി, സൂക്ഷ്മ ദർശനം യോഗിക്കുണ്ട്. അധ്യഗമത് സ്വരൂപം. പിന്നെ ആ ശരീരം എത്ര കാലം നിൽക്കും? നിന്നാ നിൽക്കട്ടെ, വീണാ പോകട്ടെ എന്നാണ്. നിന്നാലെന്താ, പോയാലെന്താ? ചിലപ്പോ അത് ഉണ്ട്, ചിലപ്പോ അത് പോയത് പോലും യോഗി അറിയണില്ല. അതിനൊരു ദൃഷ്ടാന്തം പറയണം. മദിരാമദാന്ധ. മദിരാമദാന്ധം എന്ന് വെച്ചാല് ചിലപ്പോഴൊക്കെ കാണും, നമ്മള് ഗ്രാമങ്ങളിലൊക്കെ കാണും, കുടിച്ചിട്ടേ വൈകുന്നേരം ആവുമ്പോ വസ്ത്രമൊന്നും ഉണ്ടാവില്ല. നേരെ രാവിലെ പോകുമ്പോ നല്ല വെടുപ്പായിട്ട് പോകും. വൈകിട്ട് വരുമ്പോ വാസോ യഥാ പരികൃതം. വാസം എന്ന് വെച്ചാൽ വസ്ത്രം. വസ്ത്രം വഴിയിൽ എവിടെയോ വീണുപോയി, അറിയില്ല. ഇതുപോലെ ഈ യോഗിയും ശരീരം വീണുപോയതുപോലും അറിയാതെ ആനന്ദ ഉന്മത്തനായിട്ട് ബ്രഹ്മനിഷ്ഠനായിട്ട് ഇരിക്കുന്നു. അപ്പൊ ഇതാണ് ഭാഗവതം പറയുന്ന ഫലം. വേദാധ്യയനത്തിന്റെ ഫലം, ശാസ്ത്രാധ്യയനത്തിന്റെ ഫലം, ഭക്തിയുടെ പരാകാഷ്ഠ, ജീവൻ മുക്തി. നാരായണ ഭട്ടതിരി പറഞ്ഞു, എനിക്ക് ഈ അങ്ങനത്തെ ഭക്തിയിലാണ് ഗുരുവായൂരപ്പ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. ശ്രേയോ മാർഗേഷു ഭക്തൗ അധിക ബഹുമതി ജന്മകർമാണി ഭൂയഃ ഗായൻ ക്ഷേമാണി നാമാന്യപി തദുഭയതഃ പ്രദ്രുതം പ്രദ്രുതാത്മാ ഉദ്യദ്ഹാസഃ കദാചിത് കുഹചിദപി രുദൻ ക്വാപി ഗർജൻ പ്രഗായൻ ഉന്മാദീവ പ്രനൃത്യൻ ഐ കുരു കരുണാം ലോകബാഹ്യശരേയം. ഞാൻ ലോകത്തിന്റെ പിടിയിൽ നിന്നും വിമുക്തനായി സ്വതന്ത്രനായി സഞ്ചരിക്കുമാറാകട്ടെ ഭഗവാനെ. എനിക്ക് ആ ഭക്തിയിലാണ് ബഹുമതി. ഭക്തി എന്താന്ന് വെച്ചാൽ മനസ്സിനെ മുഴുവൻ ഭഗവാന് കൊടുക്കുന്നതാണ് ഭക്തി. കേനാപി ഉപായേന മനഃ കൃഷ്ണേ നിവേശയേത്. എങ്ങനെങ്കിലുമൊക്കെ ഈ മനസ്സുണ്ടല്ലോ, അതാണ് നമ്മളുടെ ഒരു പ്രശ്നം. അതാണ് പല കാര്യങ്ങൾ ചിന്തിക്കുന്നത്, പല വിഷമങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ലിംബ് ക്യാൻസറസ് ആയ സർജറി ചെയ്ത് കളയാൻ പറ്റും. പക്ഷെ ഈ മനസ്സിൽ നിരന്തരം ക്യാൻസറാണ്. അത് പിടിച്ചാൽ കിട്ടൂല. അത് എവിടെയെന്ന് നോക്കിയാൽ കാണാനില്ല. എന്നാ ഉപദ്രവം ഉണ്ടതാണ്. ഈ നിഴല് പോലെയാണ്. സൂര്യന്റെ നേരെ നിന്നാൽ നിഴലില്ല, ഇങ്ങോട്ട് വന്നാൽ നിഴലുണ്ടാവും. അപ്പൊ ഈ മനസ്സൊരു നിഴലാണ്. ആത്മാവില് ശ്രദ്ധ വന്നാൽ മനസ്സില്ല. ആത്മാവിലുള്ള ശ്രദ്ധ പതറിയാൽ മനസ്സ് വരും. എന്നാ നിഴലിനെ പിടിക്കാൻ പറ്റുമോ? പിടിക്കാൻ പറ്റില്ല. അതേപോലെ മനസ്സിനെ പിടിക്കാൻ ഉദ്യമിക്കുന്നതും വ്യർത്ഥമാണ്. എന്താണെന്ന് വെച്ചാൽ അതില്ല. മാനസം തുകിം മാർഗണേ കൃതേ നൈവ മാനസം മാർഗ ആർജവാത്. മനസ്സ് എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കിയാൽ മനസ്സിനെ കാണാനില്ല. അന്വേഷിച്ചിട്ടില്ലെങ്കിലും മനസ്സ് പൊന്തി വരും. ഈ മനസ്സാണ്. ചിലർ പറയും ഉള്ളിൽ വല്ലാത്ത പ്രശ്നം. എവിടെ കാണും?
രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ പറഞ്ഞു, മനസ്സ് ഒരുപാട് ബുദ്ധിമുട്ടിക്കണു, ഒരുപാട് ഒന്ന് കാണിച്ചു തരൂ മനസ്സിനെ. കാണിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അതൊരു വസ്തുവല്ല, അറിവില്ലായ്മയുടെ ഫലമാണത്. നമുക്കിപ്പോ ഒരു കയറിനെ പാമ്പായിട്ട് കാണുന്നു. ഇതാണ് വേദാന്തത്തിലെ ദൃഷ്ടാന്തം. കയറിനെ കണ്ടാൽ ചിന്തിക്കുകയില്ല, നമ്മൾ നടന്നു പോകും. പാമ്പായിട്ട് കണ്ടു കഴിഞ്ഞാൽ പേടി. പിന്നെ അത് എന്തു പാമ്പാണ്? മിഞ്ഞാന്ന് പോലെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ആ വഴിക്ക് ഒരു പാമ്പ് കണ്ടു. ഒരാൾ ചേരപ്പാമ്പാണെന്ന് പറഞ്ഞു. പിന്നെ അത് ഈ നമ്മുടെ ചേനത്തണ്ടെന്ന് പറയുമല്ലോ, ചേനത്തണ്ടനാണെന്ന് പറഞ്ഞു. പിന്നെ വേറെ എന്തോ പേര് പറഞ്ഞു. അവസാനം നോക്കുമ്പോൾ അതൊരു മലമ്പാമ്പാണ്, കയറല്ല. നല്ല മലമ്പാമ്പാണ് കാട്ടില് വഴിയിൽ കണ്ടത്. അപ്പോ അത് ഒരുപക്ഷെ കയറാണെങ്കിലോ, അല്ലേ? മലയാളത്തിലൊരു പാട്ടുണ്ട്, മലർമാല നാഗമാമോ. പാമ്പാണെന്ന് വിചാരിച്ച് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ നല്ല പൂമാല. ആ പൂമാലയെ കണ്ടിട്ടാണ് പാമ്പാണെന്ന് വിചാരിച്ചത്. പക്ഷെ പാമ്പാണെന്ന് വിചാരിക്കുമ്പോൾ ഭയവും അതിനെ കൊല്ലാനുള്ള തോന്നലും അല്ലെങ്കിൽ ഓടുകയും എല്ലാം നടക്കും. ഇതുപോലെ മനസ്സും അറിവില്ലായ്മയുടെ ഫലമാണ്. വാസ്തവമായ അറിവ് വരുമ്പോൾ യതഃ അധ്യഗമത് സ്വരൂപം, സ്വരൂപജ്ഞാനം ഉണ്ടായിക്കഴിയുമ്പോ മനസ്സില്ല, അമനീഭാവം, മനസ്സില്ലാത്ത സ്ഥിതി, ചിത്തവൃത്തികളില്ല, ഉള്ളില് ആത്മാനുഭവം മാത്രമേ ഉള്ളൂ. അതാണ് വേദവൃക്ഷത്തിന്റെ പരിപൂർണമായ ഫലം. നിഗമകൽപ്പതരോഹോ ഗണിതം ഫലം. വേദം കൽപ്പതരുവാണ്, ചോദിക്കുന്നതൊക്കെ തരും. പക്ഷെ അപകടമാണ്. നമുക്ക് തന്നെ അറിയില്ല എന്താണ് ചോദിക്കേണ്ടത് എന്നറിയില്ല. ചിലപ്പോൾ ചോദിച്ചു വാങ്ങിച്ചതൊക്കെ പ്രശ്നമാവും. ചിലപ്പോ അനുഗ്രഹമൊക്കെ ചെയ്താലും ചിലപ്പോ നമുക്കറിയില്ലെങ്കിൽ പ്രശ്നമാവും. ഒരു വലിയ സിദ്ധൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ വന്ന് കരഞ്ഞു. കണ്ണ് കാണാത്ത ആളാണ്. വീട്ടുകാരൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോ ആ ഗുരു പറഞ്ഞു, കണ്ണ് കാണില്ല, എന്ത് ചെയ്യാൻ പറ്റും, നോക്കി നടത്തിക്കൊള്ളാം. അപ്പൊ ഈ ശിഷ്യൻ, കൂടെ ഒരു ശിഷ്യനുണ്ട്. ശിഷ്യന്മാര് ചിലപ്പോൾ ഗുരുവിനെ പ്രശ്നത്തിലാക്കി കളയും. അപ്പൊ ഇവര് പറഞ്ഞു, നോക്കൂ, ഗുരുനാഥനെ വിടരുത്, അദ്ദേഹം മഹാസിദ്ധനാണ്, അദ്ദേഹം അനുഗ്രഹിച്ചാൽ കണ്ണുവരും. എത്രയോ ആളുകൾക്ക് അദ്ദേഹം അനുഗ്രഹിച്ച് ദൃഷ്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് നിർബന്ധിച്ച് കാല് പിടിച്ച് വിടരുത് എന്ന് പറയും. അപ്പൊ ഇവര് ഗുരുവിന്റെ കാല് പിടിച്ചു, കരയാൻ തുടങ്ങി, വിടുന്നില്ല. അപ്പൊ ഗുരു തിരിഞ്ഞ് ഇയാളെ ഒന്ന് നോട്ടം നോക്കി, മനസ്സിലായി ആരോ ഒപ്പിച്ചിട്ടുണ്ട്, ശരി എന്ന് പറഞ്ഞ് ആ കണ്ണില് സ്പർശിച്ച് അനുഗ്രഹിച്ചു. ഇയാൾക്ക് ദൃഷ്ടി കിട്ടി. ഇത്രയും കാലം ദൃഷ്ടിയില്ലാതിരുന്ന ആളാണ്, കാണാൻ തുടങ്ങി. അതുവരയ്ക്കും നല്ല ശിഷ്ടനായിരുന്ന ആളാണ്, ഇപ്പൊ കള്ളു കുടിക്കാൻ തുടങ്ങി, പല തെറ്റായ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി, പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. നാട്ടില് ഒരുപാട് പ്രശ്നം ഉണ്ടായി. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഗുരു തിരിച്ചു വരുമ്പോ നാട്ടുകാർ മുഴുവൻ കംപ്ലൈന്റ് ഗുരുവിന്റെ അടുത്ത്, ഇയാളിപ്പോ ഇങ്ങനെയാണെന്ന് നടക്കണത്. അപ്പോ ആ സ്വാമി ഈ അന്ധനായിരുന്ന ആളെ വിളിച്ചിട്ട് ചോദിച്ചു, തനിക്ക് എന്തു പറ്റി, താൻ എന്താ ഇങ്ങനെ? അതിന് കാരണം നിങ്ങളാണ്. കാരണം എനിക്ക് കണ്ണില്ലാത്തിടത്തോളം ഇതൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അറിയില്ലായിരുന്നു. അങ്ങ് കണ്ണ് തന്നു എനിക്ക്, അതോടുകൂടെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ChatGPT നോക്കി പഠിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇതൊക്കെ നോക്കി പഠിച്ച് ഞാൻ എല്ലാ കുഴപ്പങ്ങളും ചെയ്യാൻ തുടങ്ങിയത്. അതിന് പാപത്തിന്റെ ഫലം നിങ്ങൾക്കാണെന്ന് പറഞ്ഞു അത്ര ഗുരുവിന്റെ അടുത്ത്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ ഈശ്വര നിയതി. അപ്പോ അനുഗ്രഹം ചെയ്യാനും നമുക്കറിയാം, ആഗ്രഹം ഉണ്ടെങ്കിൽ കാമന പൂർത്തി. നമ്മൾ ചിലപ്പോൾ ചോദിച്ചു വാങ്ങിക്കും, അപകടമാണ്. നിഗമകൽപ്പതരോഹോ ഗണിതം ഫലം. പക്ഷേ
അതിൽ ഇരുന്ന് അറിഞ്ഞ് പഴുത്ത് പക്വമായി വീണ പഴം. ശുകമുഖാത്, അതിൻ്റെ രസമാണ് ഈ വേദവൃക്ഷത്തിൽ ഇരുന്ന ഒരു കിളി പറയുന്നത്. ശുഖബ്രഹ്മ മഹർഷി അമൃതദ്രവ സംയുതം, അമൃതദ്രവമാണ്. ചിലപ്പോഴൊക്കെ നല്ല മരുന്നൊക്കെ കുടിക്കാൻ പറ്റില്ല. ചില ആയുർവേദ രസായനം അരിഷ്ടം കഴിക്കാൻ ഒക്കില്ല. നല്ലതാണ്, പക്ഷെ കഴിക്കാൻ പറ്റില്ല. ചില ഗുളികകളൊക്കെ ഉണ്ടാവും, അതൊന്നും കഴിക്കാൻ പറ്റില്ല. രുചിയൊന്നും ഉണ്ടാവില്ല, ഓക്കാനും വരും, പക്ഷെ നല്ലതാണ്. ഇതിപ്പോ അങ്ങനെയല്ല. അമൃതദ്രവ സംയുതം, ഇതിനകത്ത് അമൃതമുണ്ട്. എന്നുവെച്ചാൽ മരണമില്ലായ്മയുടെ വിദ്യ ഇതിനകത്തുണ്ട്. അമൃതം എന്ന് വെച്ചാൽ നമുക്ക് ഈ പഞ്ചാമൃതമൊക്കെയാണ് ഓർമ്മ വരിക അല്ലേ? പഴനിയില് പഞ്ചാമൃതം അഭിഷേകം ചെയ്തപ്പോ അത് പേര്, പക്ഷെ വാസ്തവത്തിൽ അമൃതം എന്ന് വെച്ചാൽ മൃതം എന്ന് വെച്ചാൽ മരിച്ചുപോയത്, മൃത്യു ഉള്ളത് മർത്യം. ഇത് അമൃതം എന്ന് വെച്ചാൽ മരണമില്ലായ്മ, നമ്മളുടെ വാസ്തവമായ സ്വരൂപം. ഒരു വേദമന്ത്രം തന്നെ ഉണ്ട്, ശ്വേതാശ്വതര ഉപനിഷത്ത് മന്ത്രം. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ. ആ വേദ ഋഷി പറയാണ്, എല്ലാരും കേൾക്കൂ എന്നാണ്. എല്ലാരും അറിയട്ടെ, എല്ലാരും കേൾക്കുക. ആയേ ധാമാനി ദിവ്യാനി തസ്തു. ഇവിടെ ഉള്ളവർ മാത്രമല്ല, ദേവലോകത്തിലിരിക്കവരും കേൾക്കട്ടെ. അവരും മനസ്സ് വളരെ വിക്ഷിപ്തമാണ് അവരുടെ, അവരൊക്കെ കേൾക്കട്ടെ. വേദാഹം ഏതം പുരുഷം മഹാന്തം ആദിത്യവർണം തമസഃ പരസ്താ. ഞാൻ ഈ പരമപുരുഷനെ അറിയുന്നു. സൂര്യന് തുല്യം ആ പരമപുരുഷൻ എന്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നു. നിങ്ങളൊക്കെ അമൃതസ്യ പുത്രാഹ, അമൃതത്വത്തിന് അധികാരികളാണ്. മരണമില്ലാ പെരുവാഴ്വ് വാഴലാം കണ്ടീർ. രാമലിംഗ സ്വാമികൾ ഒരു പാട്ട് പാടും. പൊയ് പുകളേൻ സത്യം ചൊല്ലുകിன்றேன், ചിത്സഭയിൽ പൊച്ചഭയിൽ പുകും തരുണം ഇതുവേ. ഞാൻ സത്യം പറയാണ്, കള്ളം പറയില്ല. മരണമില്ലാ പെരുവാഴ്വ് വാഴലാം കണ്ടീർ, ചിത്സഭയിൽ പൊച്ചഭയിൽ പുകും തരുണം ഇതുവേ. ആ ചിത്സഭ എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയമാണ്, ചൈതന്യത്തിന്റെ സഭയാണത്. അവിടെ പ്രകാശിക്കാം. അവിടെ പ്രകാശിച്ചിരിക്കുന്നത് കൊണ്ട് പൊച്ഛഭ, സ്വർണസഭ. അവിടെ ഹൃദയത്തിൽ പ്രവേശിക്കാനുള്ള സമയമാണിത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ജ്ഞാനം സാധ്യമാണ്. ജ്ഞാനത്തിന്റെ ഫലമാണ് ഭക്തി. ഭാഗവതത്തിൽ അങ്ങനെയാണ്, നിത്യാനുഭൂത നിജലാഭ. നിത്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ആത്മാവിനെ. പക്ഷേ വേദമൊക്കെ പറയുന്നു, ഉപനിഷത്തൊക്കെ പറയുന്നു, ഞാൻ തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, നിരന്തരം നമുക്ക് അനുഭവമുള്ള വസ്തുവാണ് ആത്മാ അഥവാ ഭഗവാൻ. സാന്ദ്ര ആനന്ദ അവബോധാത്മകം ഇല്ലേ? എവിടെയാത്? നാരായണി, നമുക്കറിയാം അല്ലേ? സാന്ദ്ര എന്ന് വെച്ചാൽ എന്താ? സോളിഡ് റിയാലിറ്റി. നമ്മൾ വിചാരിക്കുന്നത് ഈ ലോകമാണ് സോളിഡ് റിയാലിറ്റി എന്നാണ്. പക്ഷേ ഭട്ടതിരി ഇവിടെ പറയണു, ഏറ്റവും സോളിഡ് റിയാലിറ്റി എന്ന് വെച്ചാൽ ഈ ലോകമൊന്നും സോളിഡേ അല്ല. അതിങ്ങനെ കാണുന്നു, ഇന്ദ്രിയവേദ്യമാണ്. കണ്ണുമൂടിയാ പോയി, കണ്ണുപോയാ കാഴ്ച പോയി, ചെവി പോയാ കേൾവി പോയി, മൂക്ക് പോയാ മണം പോയി, നാവ് പോയാ രുചി പോയി. പക്ഷെ എല്ലാ ഇന്ദ്രിയങ്ങളും പോയാലും പോവാതെ നിൽക്കുന്നതിനെയാണ് സാന്ദ്രം എന്ന് പറയുന്നത്. കട്ടിയായിട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ സോളിഡ്, വെരി പാൾപ്പബിൾ, ഡയറക്റ്റ്, ഇമ്മീഡിയറ്റ്, അപരോക്ഷം എന്ന് ഉപനിഷത്ത് പറയുന്നു. സാന്ദ്ര ആനന്ദ അവബോധാത്മകം. ആനന്ദത്തിന്റെ അവബോധം എന്ന് വെച്ചാൽ ശുദ്ധ ചൈതന്യം, കോൺഷ്യസ്നെസ്. അനുപമിതം, ഒന്നിനോട് ഉപമിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ദൃഷ്ടാന്തം പറഞ്ഞ് അറിയിക്കാം. ആത്മാവിന്, ബ്രഹ്മത്തിന് ദൃഷ്ടാന്തം പറയാൻ പറ്റില്ല. ദൃഷ്ടാന്തോ നൈവ ദൃഷ്ട. ഇതിനൊരു ന തസ്യ പ്രതിമ അസ്തി, ഒന്നിനോട് ഉപമിക്കാൻ പറ്റില്ല. ഇതുപോലെ അതുപോലെ ഒന്നും പറയാൻ പറ്റില്ല. നമ്മളൊരു വിഗ്രഹമൊക്കെ എടുത്ത് വെക്കണു, മൂർത്തി. പക്ഷെ ആ മൂർത്തി പോലെ ആണോ? അല്ല. അതുകൊണ്ടാണ് ഇരുട്ടത്ത് വെക്കണത് മൂർത്തിയെ. ഈ ഭാവന ചെയ്തു.
സാന്ദ്ര ആനന്ദ അവബോധാത്മകം അനുപമിതം. ഇനിയും കുറച്ച് ലക്ഷണം പറഞ്ഞു. നമ്മൾ കാണുന്ന മൂർത്തികളൊക്കെ കാലത്തിന്റെ വരമ്പിലും ദേശത്തിന്റെ വരമ്പിലുള്ളതാണ്. ഇവിടുന്ന് ഗുരുവായൂരിലേക്ക് പോകണം, അല്ലെങ്കിൽ കാശിയിൽ പോകണം, അല്ലെങ്കിൽ ശ്രീരംഗത്തിൽ പോകണം, അയോധ്യയിൽ പോകണം, ദേശത്തില്. ഇതോ കാലദേശാവധിഭ്യാം നിർമുക്തം, ടൈം സ്പേസ് എല്ലാത്തിനും അപ്പുറമുള്ളത്. പിന്നെന്താ അതിന്റെ സ്വഭാവം? നിത്യമുക്തം. അത് നമ്മൾ അറിയുന്നത് കൊണ്ട് മുക്തിയല്ല, നമ്മൾ പോയി ചേരുന്നത് കൊണ്ട് മുക്തിയല്ല, അത് അനാദികാലമായി മുക്തമാണ്. നമ്മൾ അറിയുന്നതിന് മുമ്പേ അത് മുക്തമാണ്. അതിന്റെ സ്വരൂപം. ഇതൊക്കെ ഇപ്പൊ ആരെ കുറിച്ചാ പറയണ? നമ്മളെ കുറിച്ചാണ്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ കുറിച്ചാണ്. കസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വചഃ ത്വത്കലാസു ഏവ ഭൂമന്. ഭട്ടതിരി പറഞ്ഞു, ആത്മാത്വം ആത്മൈവാസി. നീ ആത്മാവാണ്, ശുദ്ധ ചൈതന്യമായി ഉള്ളിൽ പ്രകാശി. തത്താവത് ഭാതി. എവിടെയാ? ഗുരുപവനപുരേ. ഈ ശരീരം തന്നെ ഗുരുപവനപുരമാണ്. വായു ഉണ്ടല്ലോ ഉള്ളില്, അല്ലേ? ഇതിനകത്ത് വായു ഉണ്ട്, പവനപുരമാണ്. ഗുരുപദേശം കൊണ്ടാണ് അത് സാക്ഷാത്കരിക്കപ്പെടുന്നത്. സാന്ദ്രമായി നമുക്ക് സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, അപരോക്ഷമായിട്ട് നമ്മളുടെ ഉള്ളിൽ സൂര്യനേക്കാളും ഒക്കെ പ്രകാശമായിട്ട്. എന്നുവെച്ചാൽ സൂര്യൻ പോലും കണ്ണടച്ച കാണില്ല, രാത്രിയെ കാണില്ല. സൂര്യനെ രാത്രി കാണാൻ ഒക്കില്ല. ഇത് രാത്രിയും പ്രകാശിക്കും, പകലും പ്രകാശിക്കും, ഇരുട്ടിലും പ്രകാശിക്കും, ഉറക്കത്തിലും പ്രകാശിക്കും, ജാഗ്രതത്തിലും പ്രകാശിക്കും, സ്വപ്നത്തിലും പ്രകാശിക്കും. അങ്ങനെയുള്ള തുരീയ വസ്തുവിനെ സാന്ദ്ര ആനന്ദ അവബോധം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രകാശിക്കുന്നതിനെ സാക്ഷാത്തായിട്ട് അറിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ രസം പുറത്തേക്ക് പറഞ്ഞ് ഒരു മുക്തപുരുഷൻ പറഞ്ഞ് കേൾക്കുമുണ്ടല്ലോ, അതിനൊരു സുഖം. ഇതാണ് പൃഥു മഹാരാജാവ് പറഞ്ഞത്. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ ചോദിച്ചു, എന്ത് വരാവേണ്ടെന്ന് ചോദിച്ചു. നമ്മളൊക്കെ എത്ര കാത്തോണ്ടിരിക്കണം അല്ലേ? നമ്മുടെ മുമ്പിലൊന്നും വരണില്ല. ഭഗവാന് നമ്മളെ പേടിയാണ്. ചോദിക്കാൻ തുടങ്ങിയ നിർത്തില്ല. അതുകൊണ്ട് ഭഗവാന് പേടിയാണ്. കുളിച്ചു കുറ്റിത്തലയും കുടഞ്ഞ് അമന്ത്രകുംഭം ചൊരിയുന്ന നേരം വിറച്ചു ദേവൻ ചുവരോടലച്ചു നീരോവിലൂടെ ഗമനഞ്ചകാല. ഇയാള് പൂജക്കാരനെ കണ്ടിട്ടേ സ്വാമി നീരോവിലൂടെ പുറത്തേക്ക് പോയി അത്രേ, പേടിച്ചിട്ട്. എന്താന്ന് വെച്ചാൽ ഇയാളെ പേടി അത്രേ ഭഗവാൻ. അപ്പോ ഇവിടെ നമ്മളുടെ മുമ്പിലേക്കൊന്നും വരണില്ല. പൃഥു ഒന്നും ആഗ്രഹമില്ലാത്തത് കൊണ്ട് പൃഥു മഹാരാജാവിന്റെ മുമ്പിൽ അങ്ങനെ ആവിർഭവിച്ച് ഭഗവാൻ ചോദിച്ചു, എന്ത് വരമാ വേണ്ടത്? ചോദിച്ചോളാണ്. എന്ത് വരം വേണമെങ്കിൽ ഹേ രാജാവേ ചോദിച്ചു. ഭഗവാനും നല്ല ടെക്നിക്കാണ്. എന്താന്ന് വെച്ചാൽ ചോദിക്കുന്ന ആളുടെ മുമ്പിൽ വരില്ല. ഒന്നും വേണ്ടാന്ന് പറയുന്ന ആളുകളുടെ പുറകെ നടക്കും. ഗുരുവായൂരപ്പൻ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ചോദിക്കാത്ത ആളുകള് അവരുടെ പുറകെ ഞാൻ നടക്കുന്നതാണ്. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമി അഹം നിത്യം പൂയേയേതി അംഘ്രിരേണുഭിഹി. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം. നിരപേക്ഷം, ഒന്നും ആഗ്രഹിക്കുന്നില്ല, ആരോടും വൈരമില്ല. അങ്ങനെയുള്ള മുനിയുടെ പുറകെ ഞാൻ നടക്കും. സമദർശിയായിട്ടുള്ള മുനിയുടെ പുറകെ ഞാൻ നടക്കും. ആ മുനിയുടെ പാദസ്പർശമേറ്റ മണ്ണ് അത് എന്റെ മേലെ സ്പർശിച്ച് എന്നെ ശുദ്ധമാക്കാനായിട്ട് എന്നാണ് ഭഗവാനോടെ പറയണത്. അപ്പോ ആഗ്രഹമില്ലാത്ത പൃഥുവിന്റെ മുമ്പിൽ വന്ന് എന്ത് വേണം ചോദിച്ചു. പൃഥു പറഞ്ഞു, എനിക്ക് സത്സംഗം വേണം. സത്സംഗം വേണമെന്ന് വെച്ചാൽ എങ്ങനത്തെ സത്സംഗം വേണം? മഹത്തമാന്തർ ഹൃദയാത് മുഖച്യുതോ വിധത്സ്വ കർണായുധമേഷമേ വരഹ. ഏഷമേ വരഹ, ഇതാണ് എനിക്ക് വരം. എന്താന്ന് വെച്ചാൽ മഹത്തമ അന്തർഹൃദയാത്. അവര് മഹാപുരുഷന്മാര് ഭഗവാനെ നേരിട്ട് ഹൃദയത്തിൽ അനുഭവിക്കണം. ശ്രീരാമകൃഷ്ണ പരമഹംസൻ
നരേന്ദ്രനാഥ് എന്ന കുട്ടി ചെന്ന് ചോദിച്ചു, നിങ്ങൾ സ്വാമിയെ കണ്ടിട്ടുണ്ടോ, ഭഗവാനെ കണ്ടിട്ടുണ്ടോ? രാമകൃഷ്ണദേവൻ പറഞ്ഞു, കുട്ടി തന്നെ ഞാൻ എങ്ങനെ കാണുന്നു അതിനേക്കാളും അടുത്ത് എന്നിലെ തന്നെ വേണമെങ്കിൽ തനിക്കും കാണാനൊക്കും, കാണിച്ചു തരാം തയ്യാറാണെങ്കിൽ. ഈ വാക്ക് പിന്നാലെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, വേദാഹം ഏതം പുരുഷം മഹാന്തം എന്ന് ആ ഋഷി പറഞ്ഞ വാക്കാണ് ഞാൻ അവിടെ കേട്ടത്. ഞാൻ അറിഞ്ഞിരിക്കുന്നു, തനിക്കും കാണിച്ചു തരാം. മാത്രല്ല ആ അമ്പലത്തിന്റെ മുകളിൽ കയറി നിന്ന് എല്ലാരെയും ഇവരൊക്കെ വിളിച്ചു, വരൂ വരൂ വരൂ, ഇത്രയും ആനന്ദമായിട്ടുണ്ട് ഭഗവത് ഭക്തി, ഭഗവത് നാമത്തിലുള്ള രുചി. ആരും വരണില്ലല്ലോ. പൊങ്കി തതുമ്പി പൂരണമായി ഏകവുരുവായി കിടക്കുത് അയ്യോ. തായ്മാനവർ പാട്ടാണ്. അദ്ദേഹം പറയണത് അയ്യോ, നമ്മൾ അയ്യോ ഒക്കെ പറയണത് ഇങ്ങനെ കിടക്കണു, ഒരാളും ഇല്ലല്ലോ എന്ന്. അഖണ്ഡാകാര ശിവഭോഗം എന്നും പേരിൻപ വെള്ളം. നമ്മൾക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ വേണ്ടില്ല. തമിഴ്നാട്ടിൽ വെള്ളം എന്ന് പറഞ്ഞാൽ ഫ്ലഡാണ്. ഞാനൊക്കെ മുമ്പൊക്കെ തമിഴ്നാട്ടിൽ പോകുമ്പോൾ വെള്ളം കുടുങ്ങുമോ എന്ന് ചോദിച്ചാൽ അവർ വെള്ളം എങ്ങനെ കുടിക്കുന്നതാണ്. നല്ല ആചാരമായിട്ട് പറയുമ്പോൾ തീർത്ഥം അല്ലെങ്കിൽ തണ്ണി ഇങ്ങനെയൊക്കെ പറയും, നീര്. പക്ഷേ വെള്ളം കുടിക്കാന്ന് പറയില്ല. അപ്പൊ വെള്ളം എന്ന് വെച്ചാൽ ഫ്ലഡാണ്. ഇപ്പോഴും നമുക്കറിയാതെ വരും അത്. നമ്മളിവിടെ കുടിക്കണ വെള്ളമാണല്ലോ. വെള്ളം ജടാന്തേ വിഭ്രാണം. അപ്പൊ പൊങ്കി തതുമ്പി പൂരണമായി ഏകവുരുവായി കിടക്കുന്നത് അയ്യോ. അഖണ്ഡമായ ഒരു ആനന്ദം, അതിരില്ലാത്ത വരമ്പില്ലാത്ത ആനന്ദം, അങ്ങനെ അദ്വയമായ ആനന്ദം കിടക്കണം. ഈ ദേഹം വീഴുന്നതിന് മുമ്പ് ഒന്ന് അനുഭവിക്കേണ്ടതാണ്. ഇവിടെ ആ കാര്യമുണ്ട്. ഇതൊക്കെ എല്ലാ ജന്മത്തിലും ഉണ്ടാവും. ഇതൊന്നും ഒരു ജന്മത്തിലും വിട്ടുപോവില്ല. ഇനി എടുത്ത ദേഹം വിഴും മുൻ ഭുജിപ്പതർക്ക് ശേരവാറും ജഗത്തീരെ. ഈ ദേഹം വീണു പോണതിന് മുമ്പ് ഇതൊന്നും അനുഭവിക്കണ്ടേ? മരിച്ചു പോവപ്പ. എപ്പോ മരിക്കുന്ന അറിയില്ല. എന്ത് വേണമെങ്കിൽ മരണം വരാൻ പുറകെ നടക്കുന്നു. സഹൈവ മൃത്യുഹു വ്രജതി സഹമൃത്യുഹു നിഷീദത്തെ ഗത്വാ സുദീർഘമധ്വാനം സഹമൃത്യുഹു നിവർത്തത്തെ. പുറകേണ്ട് മൃത്യു. എപ്പോ മരണം വരുമെന്ന് അറിയില്ല. അതുകൊണ്ട് വേഗം ഈ ഭഗവത് തത്വത്തിനെ മരിക്കുന്നതിന് മുമ്പ് അത് അനുഭവിക്കണം. ഭക്തി അനുഭവിക്കണം, ഭക്തി രസം അനുഭവിക്കണം, ഭഗവൻ നാമ ജപം നാമരസം അനുഭവിക്കണം, ജ്ഞാനരസം അനുഭവിക്കണം. അതുകൊണ്ട് ശേരവാറും ജഗത്തീരെ അയ്യോ, ഈ ജന്മം പാഴായി പോകരുതല്ലോ എന്ന് പറയും. ഈ അയ്യോ എന്ന് പറയുന്നത് ഒരു സാന്ദർഭികമായിട്ട് പറയുകയാണ്, ചീത്ത വാക്കൊന്നുമല്ല. അയ്യാ എന്നുള്ളതാണ് അയ്യോ ആയത്. അയ്യാ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഐ എന്നുള്ളതാണ് ശബ്ദം. ലളിതാ സഹസ്രനാമത്തില് ഒരു നാമം തന്നെ ഉണ്ട്. എന്താ അത്? അയ്യൈ നമഃ. ശബ്ദം ഐ എന്നാണ്. അത് തമിഴില് അയ്യാ എന്നായി. ഐ എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ പേരാണ്. അതാണ് ലളിതാ സഹസ്രനാമത്തിൽ അയ്യൈ നമഃ അത് നാമം. ഐ ശബ്ദം ശിവൻ എന്ന അർത്ഥത്തിലും ദേവി എന്നുള്ള അർത്ഥത്തിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇംഗ്ലീഷിൽ ഐ ആയാലും അത് ആത്മാവിനെ കുറിക്കുന്നതാണല്ലോ. അങ്ങനെയാവോ? അപ്പോ ഈ ഐ ശബ്ദം അത് അയ്യാ, അത് നമ്മൾ ചിലപ്പോഴൊക്കെ അയ്യോ എന്ന് വിളിക്കുമ്പോൾ ഇനി അതിന്റെ വാസ്തവമായ അർത്ഥം ധരിച്ചാൽ മതി. ഇനിയിപ്പോ അയ്യോ എന്ന് പറഞ്ഞാലും പരമേശ്വര എന്നാണ് അർത്ഥം എന്ന് ഓർത്തോളാം. അത് ചീത്ത വാക്കാണെന്ന് ചിന്തിച്ചാൽ അതിന് അർത്ഥം വരും. വെറുതെ അയ്യോ പറയാൻ പാടില്ല എന്നൊക്കെ പറയാം. അയ്യോ എന്ന് പറഞ്ഞാൽ ഭഗവാനെയാണോ വിളിക്കുന്നത് എന്ന് ഓർത്തോളാം. ഐ ശബ്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്, അയ്യേ നമഃ. അപ്പൊ ഐ, അപ്പോ ഇവിടെ ഈ ശരീരം വീഴുന്നതിന് മുമ്പ് ഈ ഭഗവത് ഭക്തിയെ അനുഭവിക്കണം.
അധ്യാത്മ ജീവിതത്തിൻ്റെ രസം അനുഭവിക്കണം. ദ ബ്ലിസ് ഓഫ് സ്പിരിച്വൽ ലൈഫ്. അതിനുള്ളൊരു ചാൻസാണ് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത്. അത് എങ്ങനെ സാധിക്കും? അതിന് ആദ്യത്തെ പടി എന്താണെന്ന് വെച്ചാൽ വ്യാകുലത വരണം ഉള്ളിൽ. എന്നുവെച്ചാൽ നമുക്ക് ആ സ്റ്റേറ്റ്, ആ സ്ഥിതി വേണമെന്നുള്ള ലോങ്ങിങ്, പ്രാർത്ഥന ഉള്ളിൽ വരണം. നമ്മുടെ ജീവിതത്തിലുള്ള ദുഃഖം, വിഷമങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ദുഃഖം മതി, എനിക്ക് ഭഗവത് ഭക്തി വേണം എന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് ഭഗവാനെ വരിക്കുകയാണ്. വരണീയ സയേവ. ഭഗവാനാണ് വരണീയം. വരണീയം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഗായത്രി മന്ത്രത്തില് വരേണ്യം എന്നൊരു ശബ്ദമുണ്ട്. അത് ഭാഷ്യക്കാരൻ അർത്ഥം പറയുന്നത് വരണീയ, വരണീയൻ എന്ന് വെച്ചാൽ ജീവിതത്തിൽ വരിക്കുകയാണ്. നമ്മൾ ഒരു റിസോൾവ് എടുക്കുകയാണ്. ഭഗവത്ഗീതയിലെ ഏറ്റവും കാതലായിട്ടുള്ള വിഷയമാണത്. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹി അനന്താശ ബുദ്ധയോ അവ്യവസായി. ഒരു തീരുമാനമാണ്. എനിക്ക് ജീവിതത്തിൽ ഇനി മേലാൽ ഒരു ഉയർന്ന ആദർശം, ആ ഭഗവത് സാക്ഷാത്കാരം, ഭക്തി, അതിനുവേണ്ടി ഞാൻ ഇനി ഉദ്യമിക്കാൻ പോവാണ്, സാധന ചെയ്യാൻ പോവാണ്. ഇത്രയും കാലമൊക്കെ ലോകത്തിൽ പലതിനും വേണ്ടി ചെയ്തു. ഇനിയുള്ള സമയം ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ഒന്ന് നിയമനം ചെയ്ത് സംയമനം ചെയ്ത് ഭഗവത് ധ്യാനം ശീലിക്കാൻ പോവാണ്. അതിനുവേണ്ടി ഭാഗവതത്തിനെ സ്വീകരിക്കുകയാണ്, അഥവാ ഭഗവത്ഗീതയെ സ്വീകരിക്കുകയാണ്. ഇതൊക്കെ പാരായണം ചെയ്ത് ഇതിലത്തെ സാരം മനസ്സിലാക്കി ആത്മധ്യാനം, ഭഗവത് ധ്യാനം ചെയ്യാനാണ് ഇനി മേലാനുള്ള എൻ്റെ ജീവിതം. ഈ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വടക്ക് നോക്കിയ യന്ത്രം എന്ന് പറയും കപ്പലില്. എങ്ങട് കപ്പൽ തിരിഞ്ഞാലും ഈ യന്ത്രത്തിന്റെ സൂചി വടക്ക് നോക്കിയിരിക്കും. അതുപോലെ ഈ ലക്ഷ്യമുള്ളിൽ വന്നു കഴിഞ്ഞാൽ പ്രാരബ്ധം എന്തൊക്കെ ഇട്ട് വട്ടം കറക്കിയാലും ഈ ഉള്ളിലുള്ള പിടി വിടുകയില്ല. അത് അവസാനം നമ്മളെ രക്ഷിച്ചിട്ടേ പോവുള്ളൂ. ഭഗവാൻ മാത്രമാണ് ഗതി. ഭഗവതൈക ശരണ. വേറെ ഒന്നിലും മനസ്സ് പോണില്ല. ഭഗവത് ഭക്തി, ഭഗവത് സാക്ഷാത്കാരം. ഏവം വ്രതഃ സ്വപ്രിയനാമ കീർത്യ ജാതാനുരാഗോ ധൃതചിത്ത ഉച്ചൈഃ ഹസത്യതോ രോദിതി രൗതി ഗായതി ഉന്മാദവൻ നൃത്യതി ലോകബാഹ്യഃ ഖം വായുമഗ്നിം സലിലം മഹിം ച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീൻ സലിത് സമുദ്രാംശ ഹരേഃ ശരീരം യത്കിഞ്ച ഭൂതം പ്രണമേദനന്യഃ. ഭാഗവതത്തിലെ നവയോഗി ഉപാഖ്യാനത്തിലെ ശ്ലോകമാണത്. ഏവം വ്രതഃ, ഇങ്ങനൊരു വ്രതം എടുത്തു എന്നാണ്. എന്താ വ്രതം? എനിക്ക് ഇനി ഭഗവാൻ വേണം. എങ്ങനെ അത് ഭക്തിമാർഗത്തിലാവട്ടെ, ജ്ഞാനമാർഗത്തിലാവട്ടെ, യോഗമാർഗത്തിലാവട്ടെ. യോഗമാർഗത്തിലാവുമ്പോൾ ചിത്തനിരോധം വേണം. ആത്മദർശനം ജ്ഞാനമാർഗത്തിലാവുമ്പോൾ ആത്മസാക്ഷാത്കാരം വേണം. ഭക്തിമാർഗത്തിലാവുമ്പോൾ എനിക്ക് ഭഗവത് പ്രേമം വേണം. ഭഗവത് ആരാധനാ ലക്ഷണമായി ധർമ്മത്തിന് വേണ്ടി ഞാനിതാ ഈ ജീവിതങ്ങൾ ഒഴിഞ്ഞു വെക്കുകയാണ്. ഇനിയുള്ള കാലം ഗീത ഭാഗവത് വാച്ചോങ്കി. മീര ഒരു പാട്ടിൽ പറയുന്നുണ്ട്, ഞാൻ ഇനി ഗീതയും ഭാഗവതും പഠിക്കാൻ പോകണം, ഭഗവത് നാമം ജപിക്കാൻ പോകണം, വേറൊന്നും പണിയില്ല. ഇത്തിരി ലഘു ആഹാരം കഴിക്കുക, ബുദ്ധ്യാ വിശുദ്ധയാ യുക്തഃ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാൻ സ്ത്യക്ത്വാ രാഗദ്വേഷോ യുധസ്യ ച വിവിക്തസേവി ലഘ്വാശി യതവാക്കായമാനസഃ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമ ശാന്തഃ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഭഗവാൻ ഗീതയിൽ പറയാണ്, ഇവൻ ബ്രഹ്മജ്ഞാനിയായിട്ട് തീരും. ആരാണെന്ന് വെച്ചാൽ ശുദ്ധമായ ബുദ്ധി. ഈ ബുദ്ധിയെ ശുദ്ധമാക്കലാണ് മുഖ്യം. ശങ്കരാചാര്യർ ശിവാനന്ദ ലഹരിയിൽ പറഞ്ഞു, ഭഗവൻ നാമം ജപിച്ച ബുദ്ധി ശുദ്ധമാകും. പഞ്ചാക്ഷരം ജപിക്കൂ, അഷ്ടാക്ഷരം ജപിക്കൂ, രാമനാമം ജപിക്കൂ. എന്തിനാ? ഈ ബുദ്ധിയുടെ അശുദ്ധി നീങ്ങാനായിട്ട്. ബുദ്ധി സ്ഥിരാഭവിത്തും ഈശ്വര പാദപത്മസക്താവധൂഹു വിരഹിണീവ സദാ സ്മരന്തി സദ്ഭാവന സ്മരണ ദർശന കീർത്തനാദി സമ്മോഹിതേവ
ശിവമന്ത്ര ജപേന വിന്ദേ. അപ്പോ ബുദ്ധി സ്ഥിരമാവാനായിട്ട് ഭഗവത് നാമ ജപം കൊണ്ട് അങ്ങനെ പ്രക്ഷാളനം ചെയ്യാണ്. ഭഗവത് ധ്യാനം കൊണ്ട്, ഭഗവത് കഥാശ്രവണം കൊണ്ട്, എല്ലാറ്റിനും മേലെ വ്യവസായാത്മിക ബുദ്ധി കൊണ്ട് ഇനി എനിക്ക് ജീവിതത്തിൽ ഇതേ ഉള്ളൂ എന്നാണ്. അറ്റ്ലീസ്റ്റ് റിട്ടയർ ആയ ശേഷം എങ്കിലുമൊക്കെ തീരുമാനിച്ചാൽ നല്ലത്. റിട്ടയർ ആയി കഴിഞ്ഞാൽ, റിട്ടയർമെന്റ് കഴിഞ്ഞാൽ 60 വയസ്സ് വെച്ചോളൂ. എനിക്കറിയണ ഒരു കഥയുണ്ട്. ഒരു മഹാത്മാ 60 വയസ്സ് മുതൽ ആരംഭിച്ച് ഞങ്ങളുടെ ഒക്കെ കൺമുമ്പിൽ ഒരു വ്രതം എടുത്തു. 100 കോടി രാമനാമ ജപം 60 വയസ്സിലാണ്. 60ാമത്തെ വയസ്സിൽ. അതും ആരും പാചകം ചെയ്ത് കൊടുക്കാനില്ല, അടിച്ചു തെളിക്കാനില്ല. വീടൊക്കെ സ്വയം അടിച്ചു തെളിച്ച് വൃത്തിയാക്കി താനേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഒരു പണിക്കാരില്ല. ആഹാരം പാചകം ചെയ്ത് കഴിക്കും, ശിവപൂജ ചെയ്യും, ഒരു 10-200 സൂര്യ നമസ്കാരം ചെയ്യും. ഇതിനെല്ലാറ്റിനും മേലെ 1.25 ലക്ഷം രാമനാമ ജപം ഒരു ദിവസം. ത്രികാലം പ്രണവാനുഷ്ഠാനമൊക്കെ ഉണ്ട്. ദുഃഖം പോരാതെ 1.25 ലക്ഷം രാമനാമം. ഇങ്ങനെ ആ 1.25 ലക്ഷം രാമനാമം ജപിച്ച് 20 വർഷം ഞങ്ങളുടെ കൺമുമ്പില് 20 വർഷം ഒരു ജലദോഷമോ ഒരു പനിയോ എന്തെങ്കിലും വയ്യായികയോ വന്ന് കിടക്കുകയോ അതുകൊണ്ട് ഒരു ദിവസം ഈ അനുഷ്ഠാനം മുടങ്ങുകയോ ഉണ്ടായിട്ടില്ല. എടുത്തോളാം. റിട്ടയർമെന്റിന് ശേഷമുള്ള ഇൻസ്പിറേഷനാണത്. റിട്ടയർ ആയി കഴിഞ്ഞാൽ ടയർ പഞ്ചറൊന്നും ആയിട്ടില്ല. റീടയറിംഗ് ആണത്. ഇപ്പൊ പുതിയ ഒരു തരത്തിലുള്ള ജീവിതമാണ്. ഇനി ഭഗവാനുക്കും നമുക്കുമാണ് നടുവിലാണ് ഇത് ആനന്ദം. ഭഗവാനും നമുക്കും നടുവിലാണ് ഈ ആനന്ദം. ഭഗവത് ആരാധനാ ലക്ഷണമായ ധർമ്മമാവുമ്പോ വയസ്സാവുമ്പോ ജീവിതത്തിൽ ഇപ്പൊ പറഞ്ഞുവല്ലോ അമൃതദ്രവ സംയുക്തം. ശിവഭക്തിയില് മാണിക്യവാചകർ പറഞ്ഞു, കരന്തപാൽ കന്നലോട് നെയ് കലന്താർ പോല ശിരന്ത അടിയാർ ചിന്തനയുൾ തേനൂറി നിன்று പിറந்த പിറപ്പ് അറുക്കും എങ്കൾ എമ്പെരുമാൻ. ഭക്തി എങ്ങനെയാന്ന് വെച്ചാൽ കരന്തപാൽ കന്ന, നല്ല പാല് കാച്ചിയെടുത്ത് കരിമ്പിന്റെ ജ്യൂസ് അതിൽ ഒഴിക്കുകയാണ്. എങ്ങനെ ഉണ്ടാവുമോ അറിയില്ല. പക്ഷെ ഈ കൽപ്പന ചെയ്യാണ്, രസത്തിന് കൽപ്പന ചെയ്യാണ്. എങ്ങനെ കൽപ്പന ചെയ്യും? കരന്തപാൽ കന്നലോട് നെയ് കലന്ത, അതിലിത്തിരി നെയ്യ് ഒഴിച്ചു അത്രയും. നെയ് കലന്താർ പോലെ എന്ന് വെച്ചാൽ അമൃത ആ അനുഭവ രസത്തിനെ പറയാൻ വാക്കില്ലാത്തത് കൊണ്ട് കൽപ്പന ചെയ്യാണ്. നിങ്ങളിപ്പോ പാല് കറന്നെടുത്ത് അതിൽ കരിമ്പ് ജ്യൂസും നെയ്യും കൂടെ ചേർത്തിയ ചെയ്തു നോക്കണം. നമ്മൾ കരന്തപാൽ കന്നലോട് നെയ് കലന്താർ പോലെ ശിരന്ത അടിയാർ ചിന്തനയുൾ തേനൂറി നിன்று. അതിനും പോരാ, തേനൂറി നിൽക്കുക അത്രേ ഉള്ളില്. നല്ല ഭക്തന്മാരുടെ ഹൃദയത്തിൽ അങ്ങനെ മധുവാതാരുതായതേ മധുക്ഷരന്തി സിന്ധവ മാധ്വീർന സന്തോഷധീഹി മധുനക്തമുതോഷസി മധുമത്പാർത്ഥിവ ഗുംരജ. എല്ലാം മധു മധു മധുവാണ്. രാവിലെ മധു, രാത്രി മധു, മധു മത് പാർത്ഥിവം, രാത്രി നക്തം, രാത്രി മധു, ഉഷസ് മധു എന്ന് വെച്ചാൽ എന്താ? മധു എന്ന് വെച്ചാൽ തേൻ. തേൻ എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ എല്ലായിടത്തും ഒട്ടിപ്പിടിക്കണോ? രാവിലെ ആനന്ദാണ്. എല്ലാം ആനന്ദമായിട്ടിരിക്കണു. എന്താന്ന് വെച്ചാൽ ഭഗവാൻ എന്ന് വെച്ചാൽ എന്താ? ആനന്ദമാണ്. ഭഗവാൻ എന്ന് വെച്ചാൽ ഈ രൂപമാണോ ആ രൂപമാണോ ഒന്നുമല്ല. ഉപനിഷത്ത് അന്വേഷിച്ച് പറഞ്ഞു ഭഗവാൻ എന്താ? ശരീരാണോ? അല്ല. ഭഗവാൻ എന്താ? പ്രാണനാണോ? അല്ല. ഭഗവാൻ മനസ്സാണോ? അല്ല. ഭഗവാൻ ബുദ്ധിയാണോ? അല്ല. അവസാനം പറഞ്ഞു ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത് ആനന്ദാദ്യേവ ഖൽവിമാനി ഭൂതാനി ജായന്തെ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്ത്യപി സംവിശന്തി സൈഷാ ഭാർഗവീ വാരുണീ വിദ്യാ പരമേ വ്യോമൻ പ്രതിഷ്ഠിത യ ഏവം വേദ പ്രതിഷ്ഠതി. ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്റ്റേബിൾ ആവുന്നതാണ്. എങ്ങനെ? ആനന്ദമാണ് ഭഗവത് സ്വരൂപമാണ്. ഭട്ടതിരി പറഞ്ഞു ഗുരു കൃഷ്ണാവതാരത്തിന് ആനന്ദരൂപ ഭഗവൻ ഐ ദേവതാവേ. ആനന്ദരൂപ ഭഗവാനാണ്. ആനന്ദമാണ് ഭഗവാന്റെ സ്വരൂപം. ആനന്ദമാണ് ഭക്തിയുടെ സ്വരൂപം. ആനന്ദമാണ് ഭഗവത് ഭക്തിയുടെ സ്വരൂപം.
അപ്പൊ ആനന്ദം എന്ന് വെച്ചാൽ തുള്ളിക്കളിക്കണം തോന്നൂലേ? ശാന്തി. ആനന്ദത്തിന്റെ രണ്ട് രൂപമാണ്. ചിത്കല, ആനന്ദകലിക, പ്രേമരൂപ, പ്രിയങ്കരി, നാമപാരായണ പ്രീത, അല്ലേ? ചിത്കല, ആനന്ദകല, ശാന്ത്യാതീത കല. ഇതൊക്കെ ദേവിയുടെ ഒരു സ്വരൂപം എന്ന് പറയുമ്പോൾ ഇതൊക്കെ അനുഭൂതിയുടെ സ്വരൂപമാണ്. ശാന്തി ഒരു കലയാണ്, ചിത്കലയാണത്. ആനന്ദകല, ചിലരില് ചിത്കല ഉണ്ടാവും. ജ്ഞാനത്തിന് പ്രാധാന്യമുള്ളവരുടെ സന്നിധിയിൽ ശാന്തി വരും. രമണ മഹർഷി അടുത്ത് ചെല്ലുമ്പോൾ എന്തിനാ ഇത്ര ആളുകൾ ഓടി വന്ന്? ശാന്തി. അവിടെ ആനന്ദം ശാന്തിയാണ്. രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് ആനന്ദമാണ്. അതിങ്ങനെ തൊട്ട് കഴിഞ്ഞ ആളുകൾക്ക് ആ ആനന്ദത്തിന്റെ അനുഭവം, സന്തോഷം, തൃപ്തി. അപ്പൊ ആനന്ദകല. അപ്പൊ ഭഗവാനെ ആനന്ദസ്വരൂപനായിട്ട്, ആനന്ദരൂപ ഭഗവൻ. അപ്പോ അങ്ങനെയുള്ള ആ ഭഗവതാനന്ദത്തിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. വേദത്തിൽ നിന്ന് പഴുത്തു വീണ പഴം എന്ന് പറഞ്ഞത് ഈ ഭഗവത് അനുഭവത്തിനെ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതിന് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണം. ഭഗവാൻ ഗുരു രൂപത്തിൽ വന്ന് നമുക്ക് അനുഗ്രഹം ചെയ്യണം. നമുക്ക് അഷ്ടമസ്കന്ധത്തില്, അഷ്ടമസ്കന്ധം എന്ന് വെച്ചാൽ 8ാമത്തെ സ്കന്ധം ഭാഗവതത്തില് അവസാനം വരുന്ന അധ്യായമാണ് മത്സ്യാവതാരം. ഭഗവാന്റെ വളരെ അധികമൊന്നും നമ്മൾ ഭാഗവത സപ്താഹത്തിലൊന്നും പറയില്ല. ഭഗവാൻ ഒരു കൊച്ചു മത്സ്യമായിട്ട്, ഒരു ചെറിയ മത്സ്യമായിട്ട് വരികയാണ്, ഒരു മീനായിട്ട്. സത്യവ്രതൻ എന്ന് പറയുന്ന ഒരു രാജഋഷി കൃതമാല നദിയില് തപസ്സരിക്കുകയാണ്. അപ്പൊ സത്യവ്രതൻ എന്നുള്ള രാജഋഷി, അദ്ദേഹം സത്യത്തിനെ സാക്ഷാത്കരിക്കാനായി വ്രതമെടുത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കൈക്കുമ്പിളില് ഒരു കൊച്ചു മത്സ്യം വന്നു വീണു. കയ്യില് മീന് വീണാൽ ആചാരമായിട്ടുള്ളവർ വെള്ളത്തിലേക്ക് ഇടും. അപ്പോ വെള്ളത്തിൽ ഇടാൻ പോയപ്പോ ആ മത്സ്യം പറഞ്ഞു, എന്നെ വെള്ളത്തിലിടരുത്, ബാക്കിയുള്ള മത്സ്യങ്ങളൊക്കെ തിന്നു കളയും എന്ന് പറഞ്ഞു. അപ്പൊ ഈ രാജാവ് ആ കൊച്ചു മത്സ്യത്തിനെ തന്റെ കമണ്ഡലത്തിലിട്ടു. നോക്കൂ, ഇത് ബാലരമയോ പൂമ്പാറ്റയോ അല്ല, മത്സ്യം സംസാരിച്ചു എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ആ രാജാവിന് തോന്നിയതാണ്. അപ്പോ നമുക്ക് ഭഗവാൻ ചിലപ്പോഴൊക്കെ ചില ദർശനങ്ങളൊക്കെ തരുമ്പോൾ ആ സമയത്ത് നമ്മൾ യുക്തി വിചാരമൊന്നും ചെയ്യില്ല. ആ സമയത്ത് അതൊക്കെ കറക്റ്റായിട്ടിരിക്കും. ഇപ്പൊ സാന്ദർഭികമായിട്ട് ഈ കഥ മറന്നു പോകരുത്. ഞാൻ ഒരു വാസ്തവമായൊരു കഥ പറയാം. നമ്മുടെ കൂടെ പഠിച്ചു വന്ന് ഒരു ഭക്തൻ, സംസ്കൃതത്തിന് ശാസ്ത്രത്തിന് നല്ല മഹാബുദ്ധിമാനായിരുന്നു. ഒരു പിഷാരടി രമേശൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോ ശരീരം വിട്ടു. നല്ല ഭക്തനായിരുന്നു അയാള്. ഒരു 2 പേരുമായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, എന്നുവെച്ചാൽ ഒരു 30 വർഷം മുമ്പ്, ഗുരുവായൂർ ഒരു ഏകാദശി സന്ദർഭത്തില് ഇവരവിടെ താമസിക്കുകയാണ്. പാട്ട് കേൾക്കാൻ പോയതാണ്. ചെമ്പൈ സംഗീതോത്സവം കേൾക്കാൻ പോയതാണ്. അപ്പൊ ഗുരുവായൂർ കുളത്തില് കുളിക്കുകയാണ്. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി, ഒരു നല്ല ഭംഗിയുള്ള ഒരു കൊച്ചുകുട്ടി, ട്രൗസറാണ് ഇട്ടിരിക്കുന്നത്, ഷർട്ടില്ല, ഒരു ചെറിയ ഗോൾഡ് ചെയിൻ കഴുത്തിലുണ്ട്, കയ്യിലൊരു പ്ലാസ്റ്റിക് കാറും ഇങ്ങനെ ഊതുന്ന ഒരു കുഴലുണ്ട്. പുല്ലാങ്കുഴൽ പോലെയല്ല, ഇങ്ങനെ. ആ കുട്ടി വന്ന് ഇവരുടെ അടുത്ത് ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞു. ഇവരും രസമായിട്ട് ആ കുട്ടിയുടെ അടുത്ത് വർത്തമാനം പറഞ്ഞു. ഈ കുട്ടി എന്തൊക്കെയോ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരണോ, എന്തൊക്കെയോ ചോദിച്ചു. ഇവര് ഉത്തരം പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയോട് ചോദിച്ചു, താൻ എവിടുന്നാ വരണം? ഞാൻ കണ്ണൂരിൽ നിന്ന് വരികയാണെന്ന്. അപ്പോ ഇവര് ചോദിച്ചു, അച്ഛനും അമ്മയൊക്കെ എവിടെയാ? കുട്ടി കുളത്തിന്റെ കരയിൽ നിൽക്കുകയാണേ, ഒരു
5 or 6 വയസ്സ് കൂടെ ആവില്ല എന്ന് തോന്നുന്നു. കുളത്തിന്റെ കരയില് പരിചയമില്ലാത്ത ആളുകളോട് സംസാരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കഴുത്തിലൊരു ഗോൾഡ് ചെയിനൊക്കെ ഉണ്ട്, ഷർട്ട് ഇട്ടിട്ടില്ല, ട്രൗസറ് മാത്രമേ ഉള്ളൂ. അപ്പൊ അച്ഛനും അമ്മയൊക്കെ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ അച്ഛനും അമ്മയൊക്കെ എന്നെ ഇവിടെ ആക്കിയിട്ട് പോയി, ഞാൻ ഈ കച്ചേരിയൊക്കെ കഴിഞ്ഞിട്ടേ പോകുള്ളൂ. തമാശ എന്താന്ന് വെച്ചാൽ ഇവരതൊക്കെ വിശ്വസിച്ചു. ഈ പറയണ അപ്പൊ നമ്മൾക്ക് നമ്മള് യുക്തി അത് ഇതൊക്കെ പറയണം, നമ്മൾക്ക് ചിന്തിക്കാനും വിശ്വസിക്കാനും ഒക്കെ നമ്മൾക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല, തീരുമാനിച്ച് വിശ്വസിക്കന്നെ. അപ്പോ അതൊക്കെ വിശ്വസിച്ചു. അപ്പോ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടേ പോണുള്ളൂ. ഓ, ഞാനും കുളിക്കട്ടെ, തോർത്ത് തരുമോ എന്ന് ചോദിച്ചു. ഒരു തോർത്ത് കൊടുത്തു. കുളത്തിലിറങ്ങി കുളിച്ചു, തുടച്ചു. തോർത്തി കഴിഞ്ഞ് അമ്പലത്തിലേക്ക് ദർശനത്തിന് പോവാണെന്ന് ഞാനും വരാമെന്ന് പറഞ്ഞു. ഇവരോട് ഓരോന്നൊക്കെ വർത്തമാനം പറഞ്ഞ് 3 പേരുണ്ട് ഇവര്, ഈ കുട്ടിയും ചേർത്തി 4 പേര് ക്യൂവിൽ നിന്ന് അങ്ങനെ പോയി. ആ ഭട്ടതിരി നാരായണി എഴുതിയ ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെ എത്തിയപ്പോ ഈ 3 ആൾക്കും ഒരേ സമയം സംശയം വന്നു. ഇത്രയും നേരം ബുദ്ധി വർക്ക് ചെയ്തില്ല. 3 ആൾക്കും ഒരേ സമയം തോന്നി, ഇതെങ്ങനെ സാധിക്കും? ഒരു കൊച്ചുകുട്ടി 5 വയസ്സേ പ്രായമുള്ളൂ, അതും വില പിടിച്ച ആഭരണമൊക്കെ കഴുത്തിലുണ്ട്, വലിയ ചെയിനൊന്നുമല്ല, എന്നാലുണ്ട്. ഇയാള് പറഞ്ഞു നോക്കും, നമ്മൾ വിശ്വസിക്കുകയും ചെയ്തു. ഇപ്പൊ ആരോ അറിയാത്ത നമ്മളുടെ കൂടെ ഈ കുട്ടി വരുന്നു. ഇനിയിപ്പോ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും എന്ന് പറഞ്ഞ് നോക്കുമ്പോ കാണാനില്ല. ഇവര് പറഞ്ഞു ക്യൂവില് ഞങ്ങളുടെ കൂടെ വന്നതാണ്, കാണാനില്ല. അമ്പലം മുഴുവൻ തെരഞ്ഞു, പിടികിട്ടിയില്ല, കണ്ടില്ല. അപ്പോ ആ സമയത്ത് ആ ദർശനം ഉണ്ടാവുമ്പോ അതിനെക്കുറിച്ച് ഒരു സംശയവുമില്ല, ഒരു ചോദ്യമില്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് ചോദ്യം, ബുദ്ധി വർക്കണം. അപ്പോ നമ്മളുടെ ബുദ്ധി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമ്മളുടെ കയ്യിലില്ല. ഒരു ദർശനം കാണിച്ചു തന്നാ കാണുക. അന്നു കാണുന്നത് വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രയുള്ളൂ ഹരിനാരായണായ നമ. യംഭാവം ദർശയേദ്യസ്യ തംഭാവം സതു പശ്യതി. ഗൗഡപാദാചാര്യർ പറഞ്ഞു കാരികയില് ഒരു സ്വപ്നം, ഇപ്പൊ ഇന്ന് രാത്രി കിടന്നൊരു സ്വപ്നം കണ്ടാൽ ഇന്ന സ്വപ്നം ഞാൻ കാണണം, കിടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ ഈ യൂട്യൂബില് ഇന്ന സിനിമ കാണാൻ പോകണമെന്നൊക്കെ നിങ്ങൾ അടിച്ച് കാണുന്ന പോലെ സ്വപ്നം, ഇന്ന് സിനിമ സ്വപ്നം കാണാൻ പോവാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ സ്വപ്നം കാണാൻ പോവാണ് എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. കാണിക്കണത് കാണുക തന്നെ, വിശ്വസിക്കുക തന്നെ, ഇല്ലേ? സ്വപ്നത്തില് ഇത് സ്വപ്നമാണ്, ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വപ്നം കാണുമ്പോ എത്ര ബുദ്ധിശാലി ആയിക്കോട്ടെ, യുക്തിവാദി ആയിക്കോട്ടെ, ബുദ്ധിജീവി ആയിക്കോട്ടെ, കേരളത്തിൽ അങ്ങനത്തെ കുറെ ജീവികളുണ്ടല്ലോ, അവരൊക്കെ ആയിക്കോട്ടെ, സ്വപ്നം കാണുമ്പോൾ ഞാൻ വിശ്വസിക്കില്ല, അത് സ്വപ്നമാണ് എന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ? ഒന്നുമില്ല. യംഭാവം ദർശയേദ്യസ്യ തംഭാവം സതു പശ്യതി. എന്ത് കാണിച്ചു കൊടുക്കണോ അത് കാണുക, അത്രേ സ്വാതന്ത്ര്യമുള്ളൂ. അല്ലാതെ കാണാതിരിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം പോലും മനുഷ്യനില്ല. ഇതൊരു പുതിയ ചാലഞ്ചാണ്, ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മള് യുക്തിയുക്തമായിട്ട് ചിന്തിക്കാൻ പാടുമോ? ശരി, എന്ത് യുക്തി? നിങ്ങളുടെ യുക്തിയെ പ്രവർത്തിപ്പിക്കുന്നത് തന്നെ ആ ശക്തിയാണ്, അല്ലേ? കുറെ ദിവസം കഴിഞ്ഞാൽ ആ സ്വന്തം പേര് മറന്നുപോയി. ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടു, മക്കളുടെ പേരൊന്നും ഓർമ്മയില്ല. അച്ഛനെ ഇതാരാന്ന് ചോദിക്കാം, മക്കളെ കണ്ട. ഒരുപാട് കഥകളുണ്ട്, അവരവരുടെ പേര് തന്നെ മറന്നുപോയി. അപ്പോ ഇത്രയേ സ്വാതന്ത്ര്യം നമുക്കുള്ളൂ. അപ്പൊ ഈ സത്യവ്രതന്റെ മുമ്പിൽ ഈ കൊച്ചു മത്സ്യം വന്നു. രാജാവ് ആ മത്സ്യം പറഞ്ഞതൊക്കെ കേട്ടു. ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ മത്സ്യം വലുതായിരിക്കണം. ഒരു സംശയം തോന്നും, ഇത്ര പെട്ടെന്ന് വലുതാവുമോ? വേറൊരു വലിയ പാത്രത്തിൽ ഇട്ടപ്പോ പിന്നെയും വലുതായി.
രാത്രി മുഴുവൻ ഈ മത്സ്യം വലുതായിക്കൊണ്ടേയിരുന്നു. നദിയിൽ കുളത്തിലിട്ടാൽ കുളം നിറഞ്ഞു. അവസാനം സമുദ്രത്തിൽ കൊണ്ടിടുമ്പോൾ വലിയ കപ്പല് പോലെ നിൽക്കാം. അപ്പോ ഈ രാജാവിന് തോന്നി ഇതൊരു ദർശനമാണ്, ഇതൊരു ദർശനമാണ്, ഇത് വാസ്തവമായ മത്സ്യമല്ല, ഇതൊരു ദർശനമാണ്. ഭഗവാൻ ഈ രൂപത്തിൽ ആവിർഭവിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തിനാണ് ഈ അവതാരം? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ താങ്കൾക്ക് ബ്രഹ്മവിദ്യ ഉപദേശിക്കാനായിട്ടാണ് ഞാൻ അവതരിച്ചിരിക്കുന്നത്. എന്താണോ അറിയേണ്ടത് എന്നോട് ചോദിച്ചോളാം. പക്ഷെ ഇപ്പൊ അല്ല, 7ാമത്തെ ദിവസം സപ്താഹമാണത്, 7 ദിവസം. ഈ 7ാമത്തെ ദിവസം ഞാൻ പ്രപഞ്ചം, ലോകം മുഴുവൻ പ്രളയമാകും. അപ്പോ ഒരു കപ്പൽ വരും. ആ കപ്പലിൽ ഋഷികളൊക്കെ ഉണ്ടാവും, അടുത്ത കൽപ്പത്തിന് വേണ്ടതൊക്കെ ഉണ്ടാവും, ബീജമൊക്കെ. ഞാൻ ഏകശൃംഖിയായിട്ട് വരും. എന്റെ കൊമ്പിൽ ഈ കപ്പല് കെട്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ പോവുക. കടലിൽ പോകുമ്പോൾ ഞാൻ ഈ ബ്രഹ്മവിദ്യ ഉപദേശിക്കാം. ഇവിടെ ടീക്കാക്കാരൻ ഒരു കാര്യം പറയുന്നുണ്ട്, നകോപി വാസ്തവ പ്രളയ. ഇത് വാസ്തവമായ പ്രളയമാണെങ്കിൽ രാജാവ് മാത്രം എവിടെ നിൽക്കും? ഭൂമിയില്ല, പഞ്ചഭൂതങ്ങളൊക്കെ ലയിച്ചു ചേരും. അപ്പൊ ഇത് വാസ്തവ പ്രളയമല്ല. ശരിക്കും ഒരു സാധകന് പ്രളയം എന്താന്ന് വെച്ചാൽ വൈരാഗ്യമാണ് പ്രളയം. താൻ പിടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ കൈവിട്ടു പോയി കഴിയുമ്പോൾ അയാളപ്പൊ ചോദിക്കും, വാസ്തവത്തിൽ വിട്ടുപോകാത്തത് എന്താ? ഇതൊക്കെ ഞാൻ വിട്ടുപോയി, ഞാൻ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വിട്ടുപോയി, ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എന്നെ ചതിച്ചു. അപ്പൊ ശാശ്വതമായിട്ട് നിൽക്കുന്ന വസ്തു എന്താണ്? ഭഗവാൻ മാത്രമാണ് ശാശ്വതമായ വസ്തു, ബാക്കിയൊക്കെ അശാശ്വതമാണ് എന്നുള്ള നിശ്ചയം വരുന്നതാണ് ഇവിടെ പ്രളയം. അപ്പൊ പ്രപഞ്ചം മുഴുവൻ ഇല്ലാതാവണതും എല്ലാം പ്രളയമാവുന്നതും ഒക്കെ തന്റെ കൺമുമ്പിൽ കണ്ടു. സത്യവ്രതസ്യ രാജർഷേഹേ വൈരാഗ്യാർത്ഥം അകസ്മാത് പ്രളയമിവ ദർശയാമാസ ഭഗവാൻ. ആ രാജഋഷിക്ക് വൈരാഗ്യം വരാനായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പ്രളയം പോലെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെ പ്രപഞ്ചം ഒക്കെ ലീനമായി ഈ മത്സ്യം വന്നു. മത്സ്യത്തിൽ കയറുമ്പോ നമുക്ക് നോക്കൂ, ഒരു വെള്ളത്തിൽ വീണിട്ട് നമ്മളെ ആരെങ്കിലും രക്ഷിച്ചാൽ എത്ര സുഖം ഉണ്ടാവും ഇല്ലേ? ഇതേമാതിരിയാണ് സംസാര സമുദ്രത്തിൽ പെട്ടിട്ട് ആ ജീവനെ ആ സദ്ഗുരു വന്ന് പിടിച്ച് കരകയറ്റുന്നത്. ജ്ഞാനോപദേശം കൊണ്ട് കരകയറ്റുന്നു എന്നുവെച്ചാൽ ഭാഗവതം പറയണത് കടലിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ആൾക്ക് വേണ്ടത് എന്താ? രക്ഷിക്കാൻ വേണ്ട അല്ലേ? ഈ ഗുരു അവിടെ പ്രത്യക്ഷപ്പെട്ടു അത്രേ, കടലിന്റെ ഉള്ളില് ഈ കരഞ്ഞു വിളിക്കുന്ന ആളുടെ മുമ്പിൽ. എന്നിട്ട് ഒരു ഡപ്പ തുറന്ന് അതിനുള്ളിൽ നിന്ന് ഒരു മൈ എടുത്തിട്ട് ഇയാളുടെ കണ്ണില് ഇയാൾ പറഞ്ഞു, നിൽക്കൂ, ചാവാൻ പോണ ആൾക്ക് അലങ്കാരാണോ? എന്തിനാ ഈ മൈ? താൻ കാണിക്കൂ തന്റെ മുഖത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് കണ്ണിൽ ഇങ്ങനെ ആ മൈ ഇട്ടു. എവിടെ? സമുദ്രത്തില്. ആ മൈ എങ്ങനെ കണ്ണിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോ സമുദ്രം കാണാനില്ല. ചക്ഷുര്യഥാ അഞ്ജന സംപ്രയുക്തം. ഇത് സമുദ്രം അങ്ങോട്ട് അപ്രത്യക്ഷമായി, മിഥ്യാസമുദ്രം അത് അപ്രത്യക്ഷമായി. ഗുരുവർക്കോപലബ്ധ ഉപനിഷത്സു ചക്ഷുഷ ഏതേ തരന്തീഹ ഭവാനൃതാംബുധി. അനൃതാംബുധി കള്ളമായ സമുദ്രം. ഗുരുകൃപ അഞ്ജന പായോ മേരെ ബായി. വളരെ പ്രസിദ്ധമായ പാട്ടാണ്. ഗുരുകൃപയാകുന്ന അഞ്ജനം കണ്ണിൽ എഴുതിയതും മൈമயை നീത്ത് മയ്യിനാൽ ഉനത് ഉണ്മൈ വശം ആക്കിനൈ അരുണാചല. ഭഗവാൻ രമണ മഹർഷിയുടെ അക്ഷരമണമാലയിലുള്ള ഒരു പാട്ടാണ്. മൈമயை നീത്ത്, ഉള്ളിലുള്ള ഞാൻ എൻ്റെ എന്നുള്ള അഹങ്കാരത്തിനെ നീക്കി, മയ്യിനാൽ ജ്ഞാനമാകുന്ന മൈ കൊണ്ട് ഉണ്മൈ വശം, ഉണ്മ എന്ന് വെച്ചാൽ സത്യം, ആ സത്യാനുഭവത്തിനെ എനിക്ക് കാണിച്ചു തന്നു. ഇവിടെയും ഭഗവാൻ അങ്ങനെ ഉപദേശം ചെയ്തപ്പോൾ ഈ രാജാവിന് അങ്ങനെ അപരിമിതമായ ഭക്തി വന്നു.
ഈ മത്സ്യാവതാര സ്തുതി ഭാഗവതത്തിലെ ഏറ്റവും വിശിഷ്ടമായ സ്തുതിയാണ്. ഒരു ഗുരുവായിട്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. അനാദ്യ വിദ്യോപഹതാത്മസംവിദ തന്മൂല സംസാര പരിശ്രമാതുരാഃ യദൃച്ഛയേഹോപസൃതായമാപ്നുയുഃ വിമുക്തിദോ നഃ പരമോ ഗുരുർഭവാൻ. ഭഗവാനെ, നഃ പരമഃ ഗുരുഃ ഭവാൻ, ഞങ്ങൾക്ക് അവിടുന്ന് പരമ ആചാര്യനാണ്. മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും ജനനം അറ്റിയിടുമെന്നവനു നാരായണായ നമഃ. മുക്തിക്ക് തക്കൊരു ഉപദേശം കൊടുത്തു എന്നാണ്. അത്രയേ ഉള്ളൂ. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന് പരമാചാര്യരൂപ ഹരിനാരായണായ നമഃ. ബോധം വരുത്തുവതിനാളായി നിന്ന് പരമാചാര്യരൂപ. ബോധം വരുത്താണ് ഗുരു. ബോധം കെട്ട് കിടക്കുകയാണ്. എത്രയോ ജന്മങ്ങളായി ബോധം കെട്ട് സ്വപ്നത്തിനു മേലെ സ്വപ്നത്തിനു മേലെ സ്വപ്നം കാണണം. അനാദി മായയാ സുപ്ത യഥാ ജീവ പ്രബുദ്ധ്യതേ അജം അനിദ്രം അസ്വപ്നം അദ്വൈതം ബുദ്ധ്യതേ തഥാ. അനാദികാലമായിട്ട് ഉറങ്ങി സ്വപ്നത്തിനു മേലെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഗുരുനാഥന്റെ രൂപത്തിൽ ഭഗവാൻ വന്ന് ഉണർത്തി, പ്രബോധനം ചെയ്തു, എണീപ്പിച്ചു വിട്ടു. എണീപ്പിച്ചപ്പോ അസ്വപ്നം അദ്വൈതം, അനിദ്രം അസ്വപ്നം, ഉറക്കം പോയി എന്നുവെച്ചാൽ അവിദ്യ പോയി. സ്വപ്നം എന്ന് വെച്ചാൽ സാംസാരികമായ ദർശനങ്ങളൊക്കെ ഇല്ലാതായി, രണ്ടില്ലാത്തതായ അപരിമിതമായ ചൈതന്യത്തിന്റെ അനുഭവം ഹൃദയത്തിൽ ഉണ്ടായി. ഹൃദയത്തില് കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ്, അതാണ് ഭക്തി. ആ ഗുരുരൂപത്തിൽ ഭഗവാൻ ചെയ്ത അനുഗ്രഹം കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യും? നമ്മൾ തിരിച്ച് ഭഗവാനെ എങ്ങനെ കൊടുക്കാൻ പറ്റും? ആ ഗ്രാറ്റിറ്റ്യൂഡാണ് ഇവിടെ ഈ രാജാവ് പറയണത്. അനാദി അവിദ്യോപഹതാത്മ എന്ന് തുടങ്ങിയെന്നറിയില്ലേ ഈ അവിദ്യ? എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു അല്ലേ? പൂന്താനം പാടിയില്ലേ? എന്തൊക്കെയോ മൃഗങ്ങളായിട്ട് കിടന്നു, പാമ്പായിട്ടും പുലിയായിട്ടും നായായിട്ടും നരിയായിട്ടും ഒക്കെ കഴിഞ്ഞ് രാജാവായിട്ടും ഭൂസുരനായിട്ടും എല്ലാം കഴിഞ്ഞു. എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു. വീണ്ടും വന്നിങ്ങനെ ജനിച്ചു ഈ ഭൂമിയിൽ. നരനായി ഇങ്ങനെ എന്താ ജനിച്ചു ഭൂമിയിൽ നരകവാതിൽ. അത് ദുഃഖം വരുമ്പോഴൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയണതേ. സുഖമായിട്ടിരിക്കുമ്പോൾ ആരും പറയില്ലായിരുന്നു. നല്ല ദുഃഖം വിഷമങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഇത് അറിയണത്. ഈ സ്വപ്നം നല്ല സ്വപ്നമാണെങ്കിൽ ആരും എണീക്കില്ല, എണീക്കാൻ ആഗ്രഹിക്കില്ല. സ്വപ്നം ചീത്തയാവുമ്പോ ഈശ്വരാനുഗ്രഹം. അനാദി അവിദ്യോപഹതാത്മ, അനാദി കാലമായിട്ടുള്ള അവിദ്യ, അറിയായ്മ. അതുകൊണ്ട് ഉപഹതം എന്ന് വെച്ചാൽ നശിപ്പിക്കപ്പെട്ട ആത്മജ്ഞാനം, മറയ്ക്കപ്പെട്ട ആത്മജ്ഞാനം. നമ്മളുടെ ഉള്ളിലുള്ള നമ്മുടെ തന്നെ സ്വരൂപമായിട്ടുള്ള ആ ശാന്തി, ആനന്ദം മറച്ചു. മറഞ്ഞുപോയപ്പോ എന്താ കുഴപ്പം? അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? തന്മൂല, അതുകൊണ്ട് സംസാര പരിശ്രമ ആതുരാഹ. പരിശ്രമം എന്ന് വെച്ചാൽ മെനക്കിടാണ്. മെനക്കിടുന്നത് ഇത്രയൊക്കെ മോശമാണോ? അധ്വാനിക്കുന്നത് ഇത്രയൊക്കെ മോശമാണോ എന്ന് വെച്ചാൽ ആതുരാഹ, അതൊരു വ്യാധിയായിട്ട് തീർന്നിരിക്കണമെന്ന്. മനുഷ്യന് ഇവിടെ പോയി പണിയെടുത്തു, അവിടെ പോയി പണിയെടുത്തു ഇല്ലേ? നമ്മളൊക്കെ ചെയ്യണില്ലേ? ഏതെങ്കിലും മൃഗങ്ങളോ പക്ഷികളോ ചെയ്യണ്ടോ? ഒന്ന് ആലോചിച്ചു. എവിടേക്കൊക്കെയോ പോകണു, എന്തൊക്കെയോ ചെയ്യണു. പ്രകൃതി വനനശീകരണം, പ്രകൃതി നശീകരണം എന്നൊക്കെ ഒരു വശത്ത് പറയണം. എന്നാൽ അതിന് വേണ്ട ഇതൊന്നും ചെയ്യാതിരിക്കണം. ഒക്കെ നമ്മൾ ചെയ്യണമുണ്ട്. സർവത്ര റോഡ് ഉണ്ടാക്കണം എന്ന് പറയണു. റോഡ് ഉണ്ടാക്കണമെങ്കിൽ മല പോകും. നമ്മള് കൺസ്ട്രക്ഷൻ കെട്ടിടങ്ങൾ കെട്ടിയാൽ മലയൊക്കെ പോകും. നമ്മൾ മരം കൊണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയാൽ അതിന് എഫക്റ്റേഷൻ വരും. വാഹനങ്ങൾ ഉപയോഗിച്ചാൽ പൊല്യൂഷൻ വരും ഇല്ലേ? എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് പലതും ചെയ്തിട്ട് അതിനകത്ത് കിടന്ന് നമ്മൾ തന്നെ വിഷമിക്കുക. പരിശ്രമ ആതുര.
അതുപോലെ ജീവിതത്തിലും നമുക്കൊരു പിടിയില്ലാതെ പലവിധ പ്രശ്നങ്ങളിൽ പെട്ടു വലയുന്നു. അങ്ങനെ വലയുമ്പോ ആര് രക്ഷിക്കുമെന്ന് പറഞ്ഞ് പല പല ദേവതകളോടും പോയി പ്രാർത്ഥിക്കുന്നു. അല്ലേ? നമുക്ക് വിഷമം വരുമ്പോ എല്ലാ സ്ഥലത്തും, കുട്ടിച്ചാത്തൻ മുതൽ ഗുരുവായൂരപ്പൻ വരെ എല്ലാ സ്ഥലത്തേക്കും പോകും. കാര്യം നടക്കണം, അത്രയേ ഉള്ളൂ. അത് ഗുരുവായൂരപ്പനാണോ കുട്ടിച്ചാത്തനാണോ ഒന്നും വ്യത്യാസമില്ല. കുട്ടിച്ചാത്തന്റെ അടുത്താണ് നടക്കണതെങ്കിൽ അവിടെ, ഗുരുവായൂരപ്പന്റെ അടുത്താണ് നടക്കണമെങ്കിൽ അവിടെ. കാര്യം എന്താണ്? എന്റെ സ്വാർത്ഥതയാണ്. എന്റെ കാര്യം നടക്കണം, എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വേണ്ടത് കിട്ടണം, എനിക്കും കിട്ടണം പണം, അല്ലേ? അപ്പൊ അത് ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കാര്യം നടത്താൻ പല പല ദേവതകളാണ്. ദൈവങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. വിസ വെങ്കടാചലപതി അറിയോ നമുക്ക്? അങ്ങനെ ഒരു വെങ്കടാചലപതി കോവിലുണ്ട്. ഭഗവാനെ നമ്മൾക്ക് വിസ കിട്ടാനും പാസ്പോർട്ട് കിട്ടാനും ഒക്കെ, കല്യാണം കഴിയാനും ജോലി കിട്ടാനും ഒക്കെ സ്വാമി. ഇതാണ് ആർത്തഭക്തി. കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ അതൊക്കെ വരാൻ കാരണം എന്താ? ഈ പ്രശ്നങ്ങൾ, ആഗ്രഹങ്ങൾ. അപ്പൊ ആഗ്രഹങ്ങൾ കൊണ്ട് വ്യാധി പിടിച്ചിരിക്കുകയാണ് മനസ്സിന്. ഇത് സാധിക്കുമോ, അത് സാധിക്കുമോ, ഇങ്ങനെ ആവാൻ പറ്റുമോ, അങ്ങനെ ആവാൻ പറ്റുമോ? പരിശ്രമ ആതുരാഹ. സംസാരം എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്, ഒഴുകിക്കൊണ്ടേയിരിക്കണതാണ്. ഒന്നിനു പുറകിൽ ഒന്ന്, ഒന്നിനു പുറകിൽ ഒന്ന്, ഒന്നിനു പുറകിൽ ഒന്ന്. എവിടെ പുറത്തു വരും? വിനയിൻ വിളൈവ് വിളിവുற்று വിത്തായി വിനൈക്കടൽ വീഴ്ത്തിടും ഉന്തിപ്പര വീട് തറൽ ഇല്ലൈ ഉന്തിപ്പര. കർമ്മത്തിന്റെ ഫലം ഇത് അനുഭവിച്ച തീർന്നു എന്ന് പറഞ്ഞാൽ വേണ്ടില്ല, തീരില്ല അത്രയും. അത് അടുത്ത കർമ്മത്തിന് വിത്തിട്ടിട്ട് അതില് കണക്ട് ചെയ്ത് വിട്ടിട്ടേ പോകുള്ളൂ എന്നാണ്. പലരും പറയും റിട്ടയർ ആയി കഴിഞ്ഞ സ്വാമി ഭാഗവതം വായിക്കുക. ഗുരുവായൂരിൽ ഞാനൊരു വീട് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് ഒരാൾ പറഞ്ഞു. ഇന്നും ആ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്. 30 വർഷം മുമ്പ് പറഞ്ഞതാണ്. തീരുമാനിക്കുമ്പോഴൊക്കെ നല്ല സങ്കല്പമാണ്, അവിടെ പോയി ഭാഗവതം വായിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പോലെ ആരെയൊക്കെയോ വിളിച്ച് സപ്താഹമൊക്കെ നടത്തിപ്പിച്ചവിടെ. പക്ഷെ ഇന്നും ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്തേ താമസിക്ക? പറഞ്ഞ ആള് പോയി, അയാള് പോയി കഴിഞ്ഞു. ആ വീട് ഇവിടെ ഉണ്ട്. ഇപ്പോ പല സങ്കല്പങ്ങളാണ്, സങ്കല്പം നടക്കണില്ല. ഇപ്പൊ ഭഗവത് ധ്യാനം ഈ വയസ്സിൽ നമുക്ക് തീരുമാനിക്കും, നമ്മളുടെ കയ്യിലില്ല. ഇപ്പൊ ചെയ്യണം. ഇതാനീമേവ പ്രതിബോധവിദിതം മതം. ഓരോ ക്ഷണത്തിലും ഓരോ മൊമെന്റിലും. അതുകൊണ്ടാണ് ഇപ്പൊ നാമജപം ആരംഭിച്ചോളൂ എന്ന് പറയാം. നാമജപം എന്താ? ഭഗവത് സ്മരണയാണ്. അവിസ്മൃതി ശ്രീധര പാദപദ്മയോ. എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. വിഷ്ണു സഹസ്രനാമം എന്ന് 20 മിനിറ്റിൽ തീർന്നു പോകും, ചിലപ്പോൾ 10 മിനിറ്റിലേ തീരും. കവല ചാടിയാ മതി. അപ്പോ ഭഗവൻ നാമജപത്തിന് തീരലൊന്നുമില്ല, അതിന് ആരംഭ അവസാനമൊന്നുമില്ല. പഴകിക്കഴിഞ്ഞാൽ സദാ ആ നാമജപം ഉള്ളിൽ ചെയ്യാം, മന്ത്രജപം ചെയ്യാം. നാവൊന്നേ വേണ്ടു ഹരി നാരായണായ നമ. ഇല്ലേ? എന്താന്ന് വെച്ചാൽ അങ്ങനെ മനസ്സത് ജപിച്ച് 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 പഴകിയാലുണ്ടല്ലോ, ആ മനസ്സിൽ ആ സ്പന്ദനം ഇങ്ങനെ നിൽക്കും. ഇത് ധ്യാനത്തിന് ഉള്ള വഴി അതാണ്. അങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്. ചെറിയ നാമത്തിന് എന്ത് ഫലമുണ്ടോ അത് വലിയ മന്ത്രത്തിനൊന്നുമില്ല. ആ ചെറിയ നാമം അത് ഓർമ്മ വയ്ക്കേണ്ട, മറന്നുപോകില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആവർത്തിച്ച് 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 മനസ്സ് ഒരു ധാരയായിട്ട്, ആജ്യധാരയാ സ്രോതസാസം സരള ചിന്തനം വിരളത പരം. ഒരു നല്ല നെയ്യ് ഒരു പാത്രത്തിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ അങ്ങനെ ഒഴുകുന്ന പോലെ ആ ധ്യാനധാര, ഭഗവൻ നാമ ജപധാര കുറച്ച് പരിശ്രമിക്കണം. അത് നമ്മൾ പിന്നെ പറയാം. ഈ ജപം നമുക്ക് സിദ്ധിക്കാൻ കുറച്ച് പരിശ്രമിക്കണം. ഇപ്പോൾ സന്ധ്യാവന്തനം ഗായത്രി ജപമാണെങ്കിലും സിദ്ധിക്കാൻ പരിശ്രമിക്കണം. ഒരു ദിവസം കൊണ്ടൊന്നും നടക്കില്ല. കുറേ കാലം കഴിഞ്ഞിട്ട്
അത് നിഷ്ഠയോടെ ഇരുന്ന് രസിച്ച് ജപിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ രസമായിട്ട് തീരുള്ളൂ. അത് വെറുതെ അല്ലെങ്കിൽ കുറച്ച് പഞ്ചപാത്ര ഉദ്ധരണി എടുത്തിട്ട് പോയി അങ്ങ് പോയി ഏതാ തെന്ന മരത്ത് കീഴ് കൊട്ടിട്ട് വന്നിടുമോ? അതിൻ്റെ ഒന്നും എടുത്ത് പണിയാസ്. അത് ജപം സിദ്ധിയാകണമാണ്. സിദ്ധിனா ஏதாவது மேஜிக் இல்லை. சித்தினா ஜபம் பண்ண முடியாது. கஷ்டமில்லாம நிறைய நேரம் உட்காந்து ஜபம் பண்ண முடியறதுங்கிறது தான் சித்தி. அது சது தீர்க்கால நைரந்தர்ய சத்காராசேவிதோ திருடபூமி. பதஞ்சலி யோகசூத்திரத்தில் அதை சொல்ற. தீர்க்காலம் நிரந்தரம் ஆதரவோட ஜபம் பண்ண 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 சித்தமாயிடும். ശ്രദ്ധയോടെ ഒരു മന്ത്രമോ നാമമോ ജപിച്ച് 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 അത് നമുക്ക് മനസ്സ് പിടിച്ചെടുക്കണം. പിന്നെ നാഭീഹൃത്കണ്ഠരസന എന്ന് ത്യാഗരാജസ്വാമികൾ പാടിയല്ലോ. നാഭിയിൽ സ്പന്ദിച്ച് അകാരം നാഭിയിലും ഉകാരം ഹൃദയത്തിലും നാവിൻ തുമ്പത്ത് മകാരം നാഭിയിലും ഉകാരം ഹൃദയത്തിലും നാവിൻ തുമ്പത്തെ ആകാരവുമാണ്. പ്രണവത്തിന് അങ്ങനെയാണ്. അപ്പോൾ ഈ പ്രണവാകാരം മുഴുവനും മൂലാധാരം മുതൽക്ക് സഹസ്രാര പര്യന്തം ശബ്ദത്തിന്റെ മണ്ഡലങ്ങളാണ്. അപ്പോൾ ആ ശബ്ദത്തിനിങ്ങനെ ആവർത്തിച്ച് 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 മറ്റു വിഷയങ്ങളിൽ മനസ്സ് പോകാതെ ഇതര വിഷയ വ്യാപാരമില്ലാതാക്കി തീർക്കുമ്പോൾ മനസ്സ് പതുക്കെ പതുക്കെ ശാന്തമാവും, ചിത്തം ശുദ്ധമാവും. ശുദ്ധമാവുമ്പോൾ ഈ മനസ്സിന്റെ ശാന്തിയുടെ രസം അനുഭവിക്കുമ്പോൾ നമുക്കറിയാം ഇതാണ് ജീവിതം. വെളിയിലുള്ള പണവും വേണ്ട, നമുക്ക് വലിയ സ്ഥാനമാനങ്ങളും വേണ്ട. ഈ ഏകാന്തമായിട്ട് ഇരുന്ന് ഹൃദയത്തില് ഭഗവത് ധ്യാനം ചെയ്യാനുള്ള അനുഗ്രഹം മതി എന്ന് അപ്പൊ തോന്നും. അതുവരയ്ക്കും പരിശ്രമ ആതുരാമം. ഇതും അതും ഒക്കെ ചെയ്ത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്തൊക്കെയോ ആഗ്രഹിച്ചു, ഉള്ള കോലാഹലങ്ങളൊക്കെ ചെയ്തു, മനസ്സ് പല പല വൈകല്യങ്ങളിൽ പെട്ടു. അങ്ങനെയൊക്കെ വിഷമിച്ച് അവസാനം ഒരുപാട് വിഷമിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? കരയും അല്ലേ? നമ്മളൊക്കെ ജനിക്കുമ്പോൾ ആദ്യം ചെയ്തത് കരഞ്ഞിട്ടാണല്ലോ ഈ ലോകത്തിൽ വന്നത്. ഒരാളും ഈ ലോകത്തിൽ വരുമ്പോൾ പാട്ട് പാടിയിട്ടോ ശ്ലോകം ചൊല്ലിയിട്ടോ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടൊന്നും വന്നില്ല. എല്ലാരും കരഞ്ഞോട്ടാ വരണം. എന്താന്ന് വെച്ചാൽ വിഷമം വരുമ്പോൾ നാച്ചുറൽ ആയിട്ട് ചെയ്യണത് കരയാണ്. അഴുതാൽ ഉന്നൈ പെരലാമേ. ഭഗവാന്റെ അടുത്ത് കരഞ്ഞപ്പോ ഭഗവാൻ ഏത് രൂപത്തിൽ വന്നു? ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ. ഇതിന് ജ്ഞാനോപദേശം ചെയ്യാനായിട്ട് ആചാര്യ രൂപത്തിൽ വന്നു. യദൃച്ഛയേഹോപസൃതാഹ. യദൃച്ഛയ എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെ മുമ്പിൽ വന്നു എന്നാണ്. ഗുരുദർശനമൊക്കെ അങ്ങനെയാണ്. ഭാഗവതത്തില് പരീക്ഷിത്ത് എല്ലാം ഇട്ടെറിഞ്ഞ് ഗംഗാതീരത്തിൽ വന്നിരുന്നു. തഥാഭവത് ഭഗവാൻ വ്യാസപുത്രോ യദൃച്ഛയാഗാമടമാനോനപേക്ഷ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടഃ വൃതശ്ച ബാലൈഃ അവധൂതവേഷഃ. തത്ര അഭവത് ഭഗവാൻ വ്യാസപുത്രഃ. അവിടെ ഭഗവാൻ വ്യാസപുത്രൻ സംഭവിച്ചു എന്നാ പറയണം, വന്നു എന്നല്ല. എങ്ങനെ വന്നു? യദൃച്ഛയ. ആരും വിളിച്ചിട്ടോ ഫോൺ ചെയ്തിട്ടോ ലെറ്റർ എഴുതിയിട്ടോ ഒന്നുമല്ല, വന്നു. അനപേക്ഷ, ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. നിജലാപതുഷ്ട, ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന ആനന്ദത്തിന്റെ മൂർത്തിയായിട്ട് അവിടെ വന്നു അത്രേ. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെന്ന് കൂടെ കളിച്ചുകൊണ്ട്. വൃതശ്ച ബാലൈഃ അവധൂതവേഷ. അപ്പോ അങ്ങനെ എതിർച്ചയാ ഗുരുരൂപത്തിൽ ഭഗവാൻ ആവിർഭവിച്ച് മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും. തത്വമസി, നീ അതാണ്, ഇത് നിന്റെ സ്വരൂപമാണ് എന്ന് ഉപദേശം നൽകും. ജനനമറ്റിയിടും അന്നവന്. ഞാൻ ജനിച്ചു മരിച്ചു എന്നുള്ള ഭ്രമമൊക്കെ പോയി ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായ ആത്മാവാണ്, ബ്രഹ്മമാണെന്നുള്ള അനുഭവം വന്ന് ആത്മനിഷ്ഠനായിട്ട് തീർന്നു. അങ്ങനെ ഒരു ഗുരുവായിട്ട് ഭഗവാനെ അവിടുന്ന് എൻ്റെ മുമ്പിൽ ആവിർഭവിച്ചു എന്ന് ആ രാജാവ് സ്തുതിക്കുകയാണ്. ഇതിൽ ആദ്യത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് കണ്ടത്. നാളെ അടുത്ത ശ്ലോകവും തൊട്ട് കുറച്ച് കൃഷ്ണാവതാര കഥയും
നാളെ കൃഷ്ണ അവതാര ദിവസമായതുകൊണ്ട് കൃഷ്ണാവതാര കഥയും പറഞ്ഞ് നമ്മൾ നാളത്തെ സത്സംഗം വീണ്ടും കാണാം. എന്താ ഭാഗവത രസം എന്ന് പറയുമ്പോൾ ഇന്ന പോർഷൻ, ഇന്ന ഭാഗം എന്ന് നമുക്കില്ല. നാളെ അതുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് നാളെ കൃഷ്ണാവതാര കഥയും സ്പർശിച്ചുകൊണ്ട് നമ്മൾ ഭാഗവതത്തിലേക്ക് വീണ്ടും വരാം. ഈ സ്തുതി അഷ്ടമസ്കന്ധമാണ്. ഈ 5 ദിവസം നോക്കണമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിലത്തെ സ്തുതികൾ ചിലതൊക്കെ എടുത്ത് നമ്മൾ കാണും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ഠപ്രാംഗണലിംഗണലോലമനായാസം പരമായാ മായാകൽപിതനാനാകാരവനാകാരം ഭുവനാകാരം ശ്വാമാനാഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. മൃത്സ്നാമത്സിംഹേതി യശോദ താടനശൈശവസന്ത്രാസം വ്യാദിതപത്രാലോകിതലോകാലോകചതുർദശലോകാലിം ലോകത്രയപുരമൂലസ്തംഭം ലോകാലോകമനാലോകം ലോകേശം പരമേശം പ്രണവത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോപാലം ഭുവി ലീലാവിഗ്രഹ ഗോപാലം കുലഗോപാലം ഗോപീകേലന ഗോവർദ്ധന ധൃത ലീലാലാളിത ബഹുനാമാനം ഗോധി ഗോചരദൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി. നാളെ രാവിലെ 10 മണിക്ക് നെല്ലിശ്ശേരി ഗ്രാമത്തില് കൃഷ്ണാവതാരം സമൂഹ മണ്ഡപത്തില് കൃഷ്ണാവതാരം പ്രഭാഷണം ഉണ്ട്. രാവിലെ 10 മണിക്ക്.